الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين دقات قلب المرء قائلة له إن الحياة دقائق وشواني സമാദരണീയരായ സഹോദരങ്ങളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നാം ഏവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ കുറിച്ച് സ്മരിക്കുന്ന, ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പുണ്യവും പ്രാധാന്യവുമെല്ലാം നാം ഏറെ മനസ്സിലാക്കിയവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ധാരാളക്കണക്കിന് വചനങ്ങൾ ഈ രൂപത്തിലുള്ള മജ്ലിസുകളുടെ പുണ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത് ഈ രൂപത്തിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നസലത്തു അലൈഹിമുസ് സക്കീന വഗശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സക്കീനത്ത് ഇറങ്ങുന്ന മജ്ലിസ്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്ന സദസ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അതൊരു നിസ്സാരമായി നമുക്ക് തോന്നിയേക്കാം. നമ്മളെ നാട്ടിൽ അതല്ലെങ്കിൽ നമുക്ക് പരിചിതമായ ഒരു കലാലയത്തിൽ ഒരു മുറ്റത്ത്
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനേറെ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ഇതിന്റെ സംഘാടകരും ഗുണകാംക്ഷികളായ ആളുകളുമൊക്കെ പ്രയാസപ്പെടുകയും അതിന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മാർഗത്തിലുണ്ടെങ്കിലും ഒരു പക്ഷേ ഈ ഒരു സദസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര വലിയൊരു പ്രാധാന്യം ഉള്ളിൽ തോന്നണമെന്നില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് പരിഗണിക്കുന്നത് എന്നാണ്. അള്ളാഹുവിന്റെ സക്കീനത്ത് സമാധാനമിറങ്ങുന്ന സദസ്സാണ്. വഗശിയതുഹുമുർ റഹ്മ, അവന്റെ കാരുണ്യത്താൽ പൊതിയപ്പെടുന്ന ഒരു സദസ്സ്. വഹഫത്തുഹുൽ മലായിക, നമുക്ക് കാണാൻ കഴിയാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളാ ആ മലക്കുകൾ ആവരണം ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സ്. മാത്രമല്ല വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലുള്ള മലക്കുകളോട് വളരെയധികം സന്തോഷത്തോടുകൂടി നമ്മെക്കുറിച്ച് സ്മരിക്കുമെന്നാണ്. ഈ രൂപത്തിലുള്ള വലിയ പുണ്യവും പ്രാധാന്യവുമാണ്. മാത്രമല്ല ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സാഗൂതം ശ്രവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ആ സദസ്സിൽ തുടരുന്നവരെ സംബന്ധിച്ചിടത്തോളം അതാ ആ സദസ്സിന്റെ അവസാനം ഒരു ആഹ്വാനമുണ്ടാകുമെന്നാണ്. പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റുകൊള്ളുക. പാപമോചനം ലഭിക്കുന്ന ഒരു മജ്‌ലിസ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലുള്ള ഏതൊരു പ്രോഗ്രാമിന്, ഏതൊരു സദസ്സിലേക്ക് നമ്മൾ ചെന്നിരിക്കുമ്പോഴും നമ്മുടെ മനസ്സകങ്ങളിൽ ഉണ്ടാവേണ്ടത് ഈ ഒരു ലക്ഷ്യമാണ്, ഈ ഒരു ബോധ്യമാണ്. ഞാൻ ഇരിക്കുന്ന ഈ ഒരു സമയം അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ചെല്ലുമ്പോ, മീസാൻ കൊണ്ടുവരപ്പെടുമ്പോ, എന്റെ അമലുകളെ തൂക്കി കണക്കാക്കുമ്പോ അവിടെ എനിക്ക് ഖനം തൂങ്ങുന്ന അമലായിക്കൊണ്ട് എന്റെ ആയുസ്സിന്റെ കണക്ക് പുസ്തകത്തിൽ നിമിഷങ്ങളും നിമിഷാർത്ഥങ്ങളും മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ കൊഴിഞ്ഞു പോകുമ്പോ കവി പാടിയതുപോലെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമുണ്ടല്ലോ മനുഷ്യ, നെഞ്ചിൻ കൂട്ടിൽ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം പോലും, ആ ഹൃദയത്തിന്റെ സ്പന്ദനം പോലും വിളിച്ചു പറയുന്നത് എന്താ? മനുഷ്യ, നിന്റെ ആയുസിന്റെ കണക്ക് പുസ്തകം ഇതാ ഈ മിടിപ്പ് പോലെ സെക്കൻഡുകൾ മാത്രമാണ്, നിമിഷങ്ങൾ മാത്രമാണ്, നിമിഷാർത്ഥങ്ങൾ മാത്രമാണോ? നിന്റെ ആയുസിതാ കൊഴിഞ്ഞു പോവുകയാണോ? നിന്റെ ആയുസിതാ കഴിഞ്ഞു പോവുകയാണോ? ഹൃദയം പോലും നമ്മളോട് അങ്ങനെ പറയുന്നു എന്ന് കവി കാവ്യാത്മകമായി എഴുതി വെക്കുമ്പോ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ ലോകത്തെ നശ്വരമായ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് നാളെയുടെ ലോകത്തേക്ക് നാം യാത്ര പോകേണ്ടവരാണ് എന്ന ബോധമാണ്, ആ ഒരു ബോധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ റോൾ മോഡലുകൾ ആരാണ്? നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിന്റെ നശ്വരമായ ജീവിതത്തിൽ ഓടിത്തീർക്കുമ്പോ നാം ആരെയാണ് പിന്തുടരേണ്ടത്? ആരെയാണ് ജീവിതത്തിൽ മാതൃകയായി സ്വീകരിക്കേണ്ടത്? അവരുടെ ജീവിതത്തിന്റെ താളുകളിൽ നിന്ന് ഏതാനും ചില സംഭവങ്ങളും അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളും മാത്രമാണ് ഈ ചുരുങ്ങിയ സമയത്ത് ഈ സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ ജീവിതത്തിൽ നാം പിന്തുടരാൻ 100% ഓരോ ചാണിന് ചാണായിക്കൊണ്ട്, മുഴത്തിന് മുഴമായിക്കൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാനാണ് നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന അറേബ്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഡാർക്ക് ഏജ് എന്നാണ്, ഇരുണ്ട കാലഘട്ടം എന്നാണ്. അസ്റുൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഒരു കാലം. അറേബ്യൻ ഉപഭൂഖണ്ഡത്തെ സംബന്ധിച്ചിടത്തോളം WW, വാർ, വൈൻ, വിമൻ, യുദ്ധത്തിന്റെയും കള്ളിന്റെയും പെണ്ണിന്റെയും പിറകെ പാഞ്ഞിരുന്ന ഒരു സമൂഹം, യുദ്ധക്കുതിയന്മാരായിരുന്ന, ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന, വീഞ്ഞില്ലാതെ, മുന്തിരിയില്ലാതെ, കള്ളില്ലാതെ അങ്ങനത്തെ ഒരു ദിവസം പോലും തന്റെ ആയുസ്സിൽ നിന്ന് കഴിഞ്ഞു പോകരുതേ എന്നാഗ്രഹിച്ച, അവരുടെ സാഹിത്യത്തിന്റെ കൃതികളിൽ പോലും അവർ എഴുതി വച്ച വാക്കുകൾ, മരണപ്പെട്ടു കഴിഞ്ഞാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിലാവണം ഞങ്ങളുടെ ഖബറുകൾ, ഞങ്ങളുടെ എല്ലുകൾക്ക്, ഞങ്ങളുടെ അസ്ഥികൾക്ക് ആ മുന്തിരിയുടെ വള്ളിയിൽ നിന്ന്, അതിൽ നിന്നുണ്ടാക്കുന്ന ആ ഒരു കള്ള് നുകരാൻ ഞങ്ങൾക്ക് സാധിക്കുമല്ലോ എന്ന് പാടി നടന്നിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച ഒരുപാട് കവികളെ ലോകത്തിന് സംഭാവന ചെയ്ത അറേബ്യൻ ഉപഭൂഖണ്ഡം.
ആ ഒരു കാലഘട്ടം യുദ്ധത്തിന്റെയും ലഹരിയുടെയും പെണ്ണിന്റെയും പിറകെ പോയിരുന്ന ആ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന ചരിത്രത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ പടയോട്ടം, മാസിഡോണിയയുടെ രാജകുമാരനായ അലക്സാണ്ടറിന്റെ പടയോട്ടം ചെന്നെത്താത്ത മേഖലകൾ ലോകത്തിൽ തന്നെ വളരെ ചുരുക്കമാണ്. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തന്റെ പട്ടാളക്കാർക്ക് അദ്ദേഹം മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ആരുമായിട്ടും നിങ്ങൾക്ക് പോരാടാം, ആരുമായിട്ടും നിങ്ങൾക്ക് യുദ്ധം നടത്താം, എന്നാൽ അറേബ്യയിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. കാരണം അറേബ്യയിലെ ആളുകളുമായിട്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് കാട്ടിലേക്ക് കയറി ഹിംസ്ര ജന്തുക്കളോട് പോരാടുകയാണ്. അത്രമാത്രം യുദ്ധക്കൊതിയന്മാരാണ്, ഒരാളെ കീഴടക്കാൻ എന്തിനും മടിക്കാത്തവരാണ് എന്ന രൂപത്തിൽ അലക്സാണ്ടർ പോലും സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ രാജാധിപതിയായിരുന്നു അദ്ദേഹം. ഒരു രാജ്യത്ത് സൂര്യൻ ഉദിച്ചുയരുമ്പോ മറ്റേ രാജ്യത്ത് സൂര്യൻ അസ്തമിക്കുന്ന അത്രമാത്രം പ്രവിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപൻ. സഹോദരങ്ങളെ, നാം സൂചിപ്പിച്ചത് അലക്സാണ്ടർ തന്റെ പടയോട്ടത്തിനിടയിൽ പോലും തന്റെ പട്ടാളക്കാരോട് മുന്നറിയിപ്പ് കൊടുത്ത ക്രൂരന്മാരായ ഒരു സമൂഹം, അത്രമാത്രം അധർമ്മങ്ങളിൽ അഭിരമിച്ചു ജീവിച്ചിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിലേക്കാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കടന്നു വരുന്നത്. ഞാൻ ആമുഖമായി നിങ്ങൾ ഓതിക്കേൾപ്പിച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിക്കുന്നത് സത്യവിശ്വാസികളെ അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹമായ പ്രവാചകനെ കുറിച്ചാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന് ആ ഒരു സമൂഹത്തിനുണ്ടാക്കുന്ന പരിവർത്തനങ്ങൾ, ആ ഒരു സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കുന്ന മാറ്റങ്ങൾ,
ആ മാറ്റങ്ങളാണ് ലോകം കൗതുകത്തോടുകൂടി ആശ്ചര്യത്തോടുകൂടി നോക്കിക്കണ്ടത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവർക്ക് അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത് വഴി യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുന്ന ഒരു പ്രവാചകൻ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനാണ്. വയുസക്കീഹിം, ആ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ സംസ്കരണം ഉണ്ടാക്കിയ പ്രവാചകനാ. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പ്രവാചകന്റെ ജീവിതത്തിലൂടെ അതിന്റെ വിശദീകരണവും ഹിക്മത്തും അവർക്ക് പകർന്നു കൊടുത്ത ഒരു പ്രവാചകനാണ്. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നതുവരെ വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു ജനതയായിരുന്നു അവരോ. ഈ രൂപത്തിൽ അധർമ്മങ്ങളിൽ അഭിരമിച്ചിരുന്ന ഒരു സമൂഹത്തെ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തൊന്നു കൊണ്ടാണോ മാറ്റിയതോ, അല്ലാഹു അത് എണ്ണി എണ്ണി പറയുകയാണ്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ടവരെ മാറ്റിയെടുത്തു, പരിശുദ്ധ ഖുർആൻ കൊണ്ട് അവരെ മാറ്റിയെടുത്തു. ആ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കാണിച്ചു കൊടുത്തു. അവർക്ക് പരിവർത്തനമുണ്ടാക്കി, സംസ്കരണമുണ്ടാക്കി. അത്രമാത്രം ദുലാലത്തിലായിരുന്ന, അത്രമാത്രം പതിതാവസ്ഥയിലായിരുന്ന ഒരു സമൂഹത്തെ നാൽക്കാലികളെ പോലെ എന്ന് പരിശുദ്ധ ഖുർആൻ ഉപമിച്ച, അല്ല അതിനേക്കാളും മോശമായ അവസ്ഥ എന്ന് ഉപമിച്ച ഒരു തലത്തിൽ നിന്ന് റളിയല്ലാഹു അൻഹു വറദൂ അൻഹു, അല്ലാഹുവിനെ അവർ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു. തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെടുന്ന ഒരു രൂപത്തിലേക്കോ അവരെ ഉയർത്തിയതോ. ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ടോ തിരുസുന്നത്ത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ സംസ്കരണത്തിന്റെ മാതൃകയാ. പരിശുദ്ധ ഖുർആനിനെ സ്വീകരിച്ചപ്പോ അതാ പാറ പോലെ ഉണ്ടായിരുന്ന ഹൃദയങ്ങൾ പോലും അതാ ആ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ശ്രവിച്ചുകൊണ്ടോ ആ പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിലേക്ക് അങ്ങ് കടന്നു വരികയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമുക്കറിയാം. ഉഖാദിലും ദുൽമജാസിലും മജന്നായുടെയും ഒക്കെ ചന്തകളിൽ പിരിവ് നടത്തിയിരുന്ന പോക്കിരിയായിരുന്ന ഉമറിനെ അറിയാം. ഖത്താബിന്റെ മകൻ ഉമറിനെ അറിയാം. ഖത്താബിന്റെ കഴുത വരെ ഒരുപക്ഷേ ദീനിലേക്ക് കടന്നു വരും, ഇസ്ലാമിലേക്ക് അവർ കടന്നു ചെല്ലും. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ ഒരിക്കലും തന്നെ ഇസ്ലാമിലേക്ക് കടക്കുകയില്ല. ഖുറൈശികൾ പറഞ്ഞ വാക്കാണതോ, മക്കയിൽ ഉയർന്നു കേട്ട വാക്കാണതോ. ഖത്താബിന്റെ കഴുത പോയാലും ശരി, മുഹമ്മദിന്റെ പുത്തൻ വാദത്തിലേക്കോ ഖത്താബിന്റെ മകൻ ഉമറിനെ കിട്ടുകയില്ല. അങ്ങനെ നടന്നിരുന്ന ഉമറാണ്. അതാ ഖുറൈശികൾ പ്രഖ്യാപിക്കുകയാണോ, മുഹമ്മദിന്റെ തലയർത്തു കൊണ്ടുവരുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കുകയാണ് ഒട്ടകങ്ങളെ. അതാ തന്റെ വാളും ഊരിപ്പിടിച്ചുകൊണ്ട് മദ്രസ തലം മുതൽ നമ്മൾ കേട്ട ഒരു ചരിത്രമാണ്. ഉമറതാ പുറപ്പെടുമ്പോ വഴിമധ്യേ വെച്ച് തന്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുകയാണ്, ഉമറേ, എങ്ങോട്ടാണ് താങ്കൾ കുതിക്കുന്നത്? മുഹമ്മദിന്റെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ പോകേണ്ടത് താങ്കളുടെ പെങ്ങളുടെ വീട്ടിലേക്കാണോ? താങ്കളുടെ പെങ്ങൾ, താങ്കളുടെ സഹോദരി ഫാത്തിമയും താങ്കളുടെ അളിയൻ സഈദ് ബിൻ സയ്യിദും അവർ മുഹമ്മദിന്റെ മതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? മുഹമ്മദിന്റെ ആദർശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് മുഹമ്മദിന്റെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പേ ഖത്താബിന്റെ മകളുടെ കാര്യത്തിലാണോ ഖത്താബിന്റെ മകൻ തീരുമാനിക്കേണ്ടതോ? ഇത് പറയുമ്പോ തന്റെ കുതിരയുടെ കടിഞ്ഞാണ് തിരിച്ചു പിടിച്ചുകൊണ്ടോ തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് കുതിച്ചു പാഞ്ഞ ഉമറാണ്. ഓതിക്കൊടുക്കുകയാണ് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളതാ. യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബികും വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീനാ
അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്കിതാ അള്ളാന്റെ തെളിവ് വന്നെത്തിയിരിക്കുന്നു. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, മനുഷ്യരെ നിങ്ങൾക്കിതാ അള്ളാഹുവിന്റെ തെളിവ് വന്നെത്തിയിരിക്കുന്നു. വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീനാ, വ്യക്തമായ പ്രകാശത്തെയും നിങ്ങൾക്കിതാ അള്ളാഹു അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. സുവ്യക്തമായ ഗ്രന്ഥമാണ്, കണ്ണു തുറപ്പിക്കുന്ന ആശയമാണ്. ആ രൂപത്തിലുള്ള പരിശുദ്ധ ഖുർആനാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അതാ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കും അതുപോലെ തന്നെ അതാ അവരുടെ ഭർത്താവ് സഈദിനും ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോ ഉമറിന്റെ ശബ്ദം കേൾക്കേണ്ട താമസം ഓതിക്കൊടുക്കുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒളിച്ചു നിൽക്കുകയാണ്. പേടിയാണ് ഉമറിനെ. ഉമറിന്റെ വീരം, ഉമറിന്റെ ശൗര്യം മക്കക്കാർക്ക് പരിചിതമാണ്. ശബ്ദം കേൾക്കേണ്ട താമസം ഒളിച്ചിരിക്കുകയാണ്. ഉമർ വാതിലിൽ ചെന്ന് മുട്ടി, സഹോദരിയെ വിളിച്ചു. ഉമറിന്റെ പെങ്ങളല്ലേ, ആ ധൈര്യമില്ലാതിരിക്കുമോ? അതിൽ തുറന്നു. ധൈര്യം ഫാത്തിമ. മുഖത്തടിയേറ്റ് വീഴുകയാണ്, വീണ്ടും പ്രഹരിക്കുകയാണ്. ഫാത്തിമ വീണ്ടും സധൈര്യം തിരിച്ചു ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ശത്രു അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്തതിന്റെ പേരിലാണോ ഞങ്ങളെ മർദ്ദിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ആ ഉമറിന്റെ മുന്നിൽ ത്വാഹ സൂറത്തിന്റെ അധ്യാപനങ്ങൾ ഓതുകയാണ്. ആ ത്വാഹ സൂറത്തിന്റെ അധ്യാപനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടാപ്പിരിവ് നടത്തിയിരുന്ന, വീരനായിരുന്ന, ആളുകൾക്ക് ഭയമായിരുന്ന ആ ഉമറിന്റെ മനസ്സിൽ പോലും ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. പരിശുദ്ധ ഖുർആൻ ഈ കഴിഞ്ഞ റമദാനിന് പോലും ഖതമുൽ ഖുർആൻ അത് പൂർത്തിയാക്കിയവരാണ് നമ്മളിൽ പലരും. പക്ഷേ ആ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കിയത്? ആ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളതാണ്. ഉമറദാ ത്വാഹ സൂറത്തിന്റെ വചനങ്ങൾ കേൾക്കുമ്പോ സഹോദരിയോട് പറയുകയാണ്, എനിക്ക് ആ വചനങ്ങളൊന്ന് തരോ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോ, ഇത് ശുദ്ധിയുള്ളവർക്ക് മാത്രമാണ് തരാൻ കഴിയുന്നതെന്ന് പറഞ്ഞു. ഉമറിനോട് ശുദ്ധിയായി വരാൻ വേണ്ടി പറയുകയോ. അങ്ങനെ അതാ ശുദ്ധിയായിക്കൊണ്ട് സഹോദരിയുടെ അടുക്കൽ കടന്നു വന്നു. ആ ത്വാഹ സൂറത്തിന്റെ വചനങ്ങൾ സ്വീകരിച്ചോ. അതിലൂടെ കണ്ണ് പായിക്കുമ്പോഴതാ ഇതൊരു മനുഷ്യന്റെ വചനങ്ങളല്ല, ഇതൊരു മനുഷ്യന്റെ വാക്കുകളല്ല, ഇത് അള്ളാഹുവിന്റെ വാക്കുകൾ തന്നെയാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥന്റെ സംസാരം തന്നെയാണ്, ഇതിൽ സംശയമില്ല. എന്നിട്ടതാ ആരെ കൊല്ലാനാണോ ഇറങ്ങിപ്പുറപ്പെട്ടതോ, ആരുടെ തലയെടുക്കാനാണോ ഇറങ്ങിപ്പുറപ്പെട്ടതോ, ആ മനുഷ്യനെ ഒന്ന് കണ്ടിട്ടോ എനിക്കതാ ഇസ്ലാമിലേക്ക് കടക്കണമെന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പുന്ന ഉമറിനെയാണ് പിന്നീട് ചരിത്രം കാണുന്നത്. സഹോദരി പറഞ്ഞു കൊടുക്കുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് ഉള്ളതെന്നോ? ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച വിരലിലെണ്ണാവുന്ന സ്വഹാബിമാർ മാത്രമുള്ള ഒരു സമയം. പരസ്യ പ്രബോധനം ആരംഭിച്ചിട്ടില്ല, രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടമാണ്. ദാറുൽ അർക്കമിൽ, അർക്കമിന്റെ വീട്ടിലായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും. അവരതാ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന, ദീനിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ രൂപത്തിൽ അർക്കമിന്റെ വീട്ടിലായിരുന്നു. അങ്ങനെ അതാ ആ വീട്ടിലേക്ക് ഉമർ കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. ചരിത്രത്തിൽ നമുക്ക് കാണാം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആ രംഗം വിശദീകരിക്കുന്നുണ്ട്. വാതിലിന്റെ പഴുതിലൂടെ, ജനലിലൂടെ ഞങ്ങൾ കണ്ടോ ഉമർ അതാ കടന്നു വരുന്നത് ഞങ്ങൾ കണ്ടോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമറിന്റെ മനസ്സിലുണ്ടായ മാറ്റം ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഉമർ കടന്നു വന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുവാനാണെന്ന്, പ്രവാചകനെ വധിക്കുവാനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ ഞങ്ങൾ തിരയുകയായിരുന്നു. എന്നാൽ അർക്കമിന്റെ വീട്ടിൽ ഞങ്ങൾക്ക് ആയുധങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങാനും ഉമറെങ്ങാനും നേരിട്ട് കഴിഞ്ഞാൽ പ്രവാചകനെ സംരക്ഷിക്കുവാൻ, പ്രവാചകന് വേണ്ടി പ്രതിരോധിക്കുവാൻ ഒരായുധവും ഞങ്ങൾ കണ്ടെത്തുന്നില്ല. അങ്ങനെ ഞാനതാ ചുറ്റും പരതി നോക്കിയപ്പോ അർക്കമിന്റെ അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന പാത്രം എന്റെ കണ്ണിൽപ്പെട്ടു. ഒന്നും കിട്ടാതെ വന്നപ്പോ ആ തിളക്കുന്ന പാത്രം എടുത്ത് എന്റെ കയ്യിൽ കരുതിക്കൊണ്ടു വാതിലിന്റെ പിറകിൽ ഞാൻ മറഞ്ഞു നിന്നു. ആരാണ് പറയുന്നതെന്നറിയുമോ? ഏറ്റവും മനോഹരമായ ശബ്ദത്തിലതാ, മനോഹരമായ ശബ്ദത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാങ്ക് വിളിച്ചു കൊടുത്ത ബിലാൽ അൽ മുഅദ്ദിൻ, മുഅദ്ദിനായ ബിലാൽ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാ.
പ്രിയപ്പെട്ടവരെ, അതാ വാതിലിൽ മുട്ടിക്കൊണ്ട് കടന്നു വരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് അതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കടന്നു ചെന്നുകൊണ്ട് സലാം ചൊല്ലിക്കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കലിമത്തു തൗഹീദ് പറഞ്ഞുകൊണ്ട് സാക്ഷ്യവചനം ചൊല്ലിക്കൊണ്ട് ഇസ്ലാം ദീനിലേക്ക് കടന്നു വരുന്ന നയനാനന്ദകരമായ കാഴ്ചയാണ് സ്വഹാബത്ത് അവിടെ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ആ ഒരു സമൂഹത്തെ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചല്ലോ. അത്രമാത്രം അധർമ്മകാരികളായിരുന്ന, മദ്യത്തിന് വേണ്ടിയും മദിരാക്ഷിക്ക് വേണ്ടിയും ലഹരിക്ക് വേണ്ടിയും യുദ്ധത്തിന് വേണ്ടിയുമെല്ലാം മുറവിളി കൂട്ടിയിരുന്ന ഒരൊട്ടകത്തിന്റെ മൂക്കുകയറിന്റെ പേരിൽ പോലും മാസങ്ങളോളം അവസാനിക്കാത്ത യുദ്ധം നടത്തിയിരുന്ന ഒരു സമൂഹത്തെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലൂടെ ആ സമൂഹത്തിന് മാറ്റിവെച്ച ഒരു പരിവർത്തനമുണ്ട്. ആ പരിവർത്തനത്താലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിന്റെ റോൾ മോഡലുകൾ, നമ്മുടെ ജീവിതത്തിൽ നാം അനുകരിക്കേണ്ട മാതൃക ആ സ്വഹാബത്തിന്റെ മാതൃകയാണ്, ആ സ്വഹാബത്തിന്റെ ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിലായിരുന്നു അവരുടെ മാറ്റം. നമുക്കറിയാം, ഒരുപാട് സ്വഹാബത്തിന്റെ ജീവചരിത്രമുണ്ട്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളുണ്ട്. അവയിലെല്ലാം നമുക്ക് മാതൃകയുണ്ട്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്ത ഖുലഫാഉർ റാഷിദൂൻ എന്നറിയപ്പെടുന്ന സ്വഹാബിമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായി പിന്തുടർന്ന സ്വഹാബത്തുണ്ട്. ആ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലുത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു കാര്യം പറഞ്ഞോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയോ അതിലുള്ള അനുസരണമായിരുന്നു, അതിലുള്ള ഇത്വാഅത്തായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ റസൂലുള്ള എന്തൊരു കാര്യം പറഞ്ഞാലും തന്റെ ബുദ്ധിയോ തന്റെ യുക്തിയോ അത് വിശ്വസിക്കാൻ അവർക്ക് തടസ്സമായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നമ്മൾ പറയാറുള്ളത് അദ്ദേഹത്തെ പറ്റി സിദ്ദീഖ് എന്നാണ്. സിദ്ദീഖ് എന്ന വാക്കിന്റെ അർത്ഥം സത്യസന്ധൻ, സത്യപ്പെടുത്തുന്നവനെന്നാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടിയതെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ മക്കയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സംശയത്തോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു കാലഘട്ടം. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ വിശ്വസിച്ച് ദീനിലേക്ക് കടന്നു വന്നത്. ആ സമയത്ത് പ്രവാചകൻ എന്തൊന്നു പറയുന്നുവോ ആ പറയുന്ന കാര്യങ്ങളെ മുഴുവനും അക്ഷരം പ്രതി അനുസരിക്കുകയും അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് ലഭിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഒരു സന്ദർഭം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഏറ്റവും അധികം തെറ്റിദ്ധാരണ പരത്തിയ ഒരു സന്ദർഭമായിരുന്നത്. മക്കയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മാസങ്ങളോളം യാത്ര ചെയ്താൽ മാത്രം എത്തിപ്പെടാവുന്ന മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്, ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് തിരിച്ചു വന്നു എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗല. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഈ രൂപത്തിലതാ അവർക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നുന്ന രൂപത്തിലതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി തിരിച്ചു വന്നിരിക്കുന്നു. ഈ കാര്യം പറഞ്ഞപ്പോ മക്കക്കാർ പരിഹസിച്ചുകൊണ്ട് നാലുപാടും ഓടുകയാണ്. ഇത്രമാത്രം വലിയ കളവ് പ്രചരിപ്പിക്കുന്ന ഒരു മനുഷ്യനെയാണോ നിങ്ങൾ പിൻപറ്റുന്നത്? മാസങ്ങളോളം മാത്രം യാത്ര ചെയ്താൽ എത്താവുന്ന ബൈത്തുൽ മുഖദ്ദസിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു രാത്രി കൊണ്ട് എത്തുക? അതുകൊണ്ട് മുഹമ്മദിനെ ഞങ്ങൾ അവിശ്വസിക്കുന്നു എന്ന് പ്രചണ്ഡമായ പ്രചരണം അവര് നടത്തിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിലില്ല. അദ്ദേഹം അതാ വേറെ ഒരു ആവശ്യത്തിന് നാടിന്റെ പുറത്തേക്ക് പോയതായിരുന്നു. തിരിച്ചു വരുന്ന അബൂബക്കറിനെ കൂടെ ആ നാട്ടിലേക്ക് പ്രവേശിക്കുന്നിടത്ത് വെച്ചു തന്നെ അവർ പറയുകയാണ്, അബൂബക്കറെ, താങ്കളുടെ കൂട്ടുകാരൻ പറയുന്ന കളവ് താങ്കൾ അറിയുന്നുവോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, എന്താണ് മുഹമ്മദ് പറഞ്ഞത്? അവര് വിശദീകരിച്ചു കൊടുത്തു. ഒരു രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. ഇത് കേട്ടപ്പോ, ഇത് കേൾക്കേണ്ട മാത്രയിൽ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് മുഹമ്മദ് പറഞ്ഞതാണെങ്കിൽ അതാ ഞാൻ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. സിദ്ദീഖ് എന്ന നാമമാണ് പ്രിയപ്പെട്ടവരെ. എന്തൊന്ന് പറഞ്ഞാലും അതിൽ യാതൊരു സംശയവുമില്ല.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ആ ഹദീസുകൾ സ്വഹീഹായി വരുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാടാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പ്രവാചകൻ പറഞ്ഞതാണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണോ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കുവാൻ നമുക്ക് യാതൊരു തടസ്സങ്ങളും ഉണ്ടാവാൻ പാടില്ല. സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങൾ ഇതൊക്കെയാണ്. അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങളെയും സ്വീകരിച്ചത്, അവരുടെ ഈമാൻ എങ്ങനെയായിരുന്നു, അവരുടെ വിശ്വാസത്തിന്റെ രൂപം എന്തായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വിഷയത്തിൽ എന്റെ ബുദ്ധിക്കോ എന്റെ യുക്തിക്കോ സ്ഥാനമില്ലാത്ത രൂപത്തിൽ സമ്പൂർണമായ വിശ്വാസത്തിലേക്ക് കീഴ്പ്പെടുക എന്നുള്ളതാണ്. ഈ രൂപത്തിൽ അവരുടെ ജീവിതത്തിന്റെ മാതൃകകളെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പകർന്നു കൊടുത്ത തവക്കുലിന്റെ അനിതര സാധാരണമായ മാതൃക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോ ആ ഹിജ്റയിൽ തനിക്ക് കൂടെ ഉണ്ടാകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അതാ പ്രവാചകന്റെ പുതപ്പിൽ കിടന്നുകൊണ്ട് പ്രവാചകന് സംരക്ഷണ കവചം തീർത്ത, പ്രവാചകന്റെ പുതപ്പിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. പ്രവാചകനെ കൊല്ലാൻ വേണ്ടി നാലുപാടും ആളുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ പുതപ്പിൽ കിടക്കുന്നത് പ്രവാചകനാണ് എന്ന് തെറ്റിദ്ധരിച്ച് അയാളെ കൊന്നുകളയാൻ പോലും സാധ്യതയുണ്ട്. പക്ഷേ തെല്ലും ഭയപ്പെടാതെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയാണ്, പ്രവാചകന്റെ പുതപ്പിൽ കിടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടക്കുകയാണ്. സൗർ ഗുഹയിൽ കയറിയിരിക്കുമ്പോ സൗറിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അതിന്റെ പുറത്തുള്ള പട്ടാളക്കാര് നാല് പാടും അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിൽ ആ സൗർ ഗുഹയുടെ മുന്നിലെത്തി അവരുടെ പാദുകങ്ങൾ, അവരുടെ ചെരുപ്പുകൾ ഉള്ളിൽ നിന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. കണ്ടപ്പോ അദ്ദേഹം ഭയപ്പെട്ടുകൊണ്ട്, അദ്ദേഹത്തിന്റെ ഭയപ്പാടെന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ, തന്റെ ജീവിതത്തിന്റെ അപകടത്തെ കുറിച്ചല്ല അദ്ദേഹം ചിന്തിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കണ്ടു കഴിഞ്ഞാൽ പ്രവാചകന്റെ ജീവിതത്തിന് ഒരു പ്രയാസമുണ്ടാകുമോ, പ്രവാചകനെ അവർ ഉപദ്രവിക്കുമോ എന്ന വിഷയത്തിലാണ് അദ്ദേഹം ഭയപ്പെട്ടത്. അദ്ദേഹം പ്രവാചകനെ വിളിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ എന്ന ഇത് പഠിപ്പിക്കുന്നുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിലും നമുക്ക് കാണാം. പ്രവാചകനതാ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാ ളന്നുക യാ അബൂബക്കർ ബിഇസ്നൈൻ വല്ലാഹു സാലിസുഹുമാ. എന്താണ് അബൂബക്കറെ താങ്കൾ ചിന്തിക്കുന്നത്? രണ്ടുപേരുടെ കൂടെ മൂന്നാമനായി അള്ളാഹു ഉള്ള ഈ രണ്ടുപേരെ കുറിച്ച് താങ്കൾ എന്താണ് ചിന്തിക്കുന്നത് അബൂബക്കറെ? ഇന്നല്ലാഹ മഅനാ, നിശ്ചയമായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ടോ. മൂന്നാമതായി അള്ളാഹു നമുക്ക് സംരക്ഷണമായി കൂടെയുണ്ടോ. പ്രിയപ്പെട്ടവരെ, ആ പട്ടാളക്കാരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ അവരെ കാണുമായിരുന്നു. പക്ഷേ കുനിയാനുള്ള നിർദ്ദേശം അവരുടെ തലച്ചോറിന് കിട്ടിയില്ല. അത് കൊടുക്കണ്ടേ? പടച്ചോനല്ലേ ഇത് കൊടുക്കേണ്ടത്? ഒന്ന് കുനിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അവർ കടന്നുപോയി. സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സന്നിഗ്ധമായ ഘട്ടങ്ങളിലും ശരി, ഏതേത് അപകടാവസ്ഥകളിലും ശരി, ഹസ്ബി അല്ലാഹ്, അല്ലാഹു മതി എന്ന ബോധ്യം അവർക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അതാ പിന്നീട് അവർ നെഞ്ചേറ്റിയതാ സത്യത്തെയാ. റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് എപ്പോഴും പറയുമായിരുന്നു, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് അതിക്രമകാരികൾ അവരുടെ മുന്നിൽ കടന്നു വന്നാലും, ഏതേത് കൊടിയ പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് തീച്ചൂളകളായി കടന്നു വന്നാലും അവർക്ക് സംരക്ഷണ കവചമായി കൊണ്ട് ആ വാക്കുമതിയല്ലോ. അവരുടെ കയ്യിൽ അവരുടെ ആയുധമുണ്ടല്ലോ. ഏതാണ് അവരുടെ ആയുധമെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്ന വാക്ക് ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ. എനിക്കല്ലാഹു മതി, എനിക്കല്ലാഹു മതി, എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹു പോന്നവനാ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ഒരു സന്ദേശം സഹാബത്ത് ജീവിതത്തിലൂടെ നമുക്ക് ഇങ്ങനെ കാണിച്ചു തന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് സഹാബാക്കിറാം അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ഹിജറയുടെ വേളയിൽ മക്കയിൽ നിന്നിങ്ങനെ ഓരോരുത്തരായി സൗകര്യാർത്ഥം ഇങ്ങനെ മദീനയിലേക്ക് ഹിജറ പോയി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരെ ഓരോരുത്തരെ ആയിക്കൊണ്ട് മക്കക്കാർ പിടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് മുഹാജിറുകൾ എന്നും അൻസാറുകൾ എന്നും സ്വഹാബത്തിനെ വേർതിരിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശാനുസരണം ഹിജറ പോയവർ മുഹാജിറുകൾ, ആ ഹിജറയിൽ ഒരുപാട് ത്യാഗങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു
അവിടുന്ന് ഹിജറ പോകുന്ന ഘട്ടത്തിൽ സുഹൈബ് റളിയല്ലാഹു അൻഹു റോമക്കാരനാണ്. സുഹൈബ് റൂമി എന്നാണ് പറയാ. റോമക്കാരനായ സുഹൈബ് അദ്ദേഹം മക്കയിലേക്ക് കടന്നു വന്നുകൊണ്ട് മക്കയിൽ കച്ചവടം നടത്തി, ബിസിനസ് നടത്തി സമ്പത്ത് നേടിയെടുത്ത ഒരു സുഹാബിയാണ്. തന്റെ സമ്പത്തുമായി കൊണ്ട് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ വഴിയിൽ വെച്ച് അദ്ദേഹത്തെ തടുത്തു നിർത്തുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സുഹൈബേ, ഇത് മക്കയിലെ ധനമാണ്. ഈ മക്കയിൽ കടന്നു വന്നുകൊണ്ട് താങ്കൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്താണിത്. ഇതുമായി കൊണ്ട് ഒരിക്കലും തന്നെ ഇവിടുന്ന് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. സുഹൈബിനെ തടഞ്ഞു വെക്കുകയാണ്. എന്തു പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ല. ഒന്നുമില്ലാതെ താൻ സഞ്ചരിക്കുന്ന ഒട്ടകം പോലും അവർക്ക് കൊടുത്ത് തന്റെ സമ്പാദ്യങ്ങളും തന്റെ വീടും തന്റെ സ്വത്തും എല്ലാം അവിടെ മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് നടന്നുപോയ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിക്കുകയാണ്. وَمِنَ النَّاسِ مَن يَشْرِي نَفْسَهُ ابْتِغَاءَ مَرْضَاتِ اللَّهِ وَاللَّهُ رَءُوفٌ بِالْعِبَادِ. എല്ലാം താൻ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും അതാ അള്ളാന്റെ തൃപ്തി മാത്രം, ആ ഒരു ലക്ഷ്യം മാത്രം കണ്ടുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ സമ്പാദ്യങ്ങളും കൊടുത്ത സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാ. വമിനന്നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? അവർ തങ്ങളുടെ സ്വന്തത്തെ അതാ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കച്ചവടം നടത്തിയവരാണ്. തങ്ങളുടെ ശരീരത്തെയും തങ്ങളുടെ സമ്പത്തിനെയും അതാ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കച്ചവടം നടത്തിയവരാണ്. അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി വിറ്റവരാണ് അവരെന്നതാ പരിശുദ്ധ ഖുർആൻ അതിനെ ഏറ്റെടുക്കുകയാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അത്തരത്തിലുള്ള തന്റെ അടിമകളോട് അള്ളാഹു വാത്സല്യവാനാണ്, അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹുവിന്റെ കാരുണ്യം അവരുടെ മേലുണ്ടാകും എന്നവർക്ക് സന്തോഷത്തിന്റെ വചനങ്ങളതാ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് അവതരിപ്പിക്കുകയാ. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, താൻ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും, എല്ലാ സമ്പാദ്യങ്ങളും അതാ ദീനിന് വേണ്ടി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഹിജറ പോകുന്നത്. റസൂലിന്റെ കൽപ്പനയാണോ? അള്ളാഹുവിന്റെ കൽപ്പനയാണോ? മക്ക വിട്ടു പോകാനുള്ളതാണോ? മദീനയിൽ ചെന്ന് ചേരാനുള്ളതാണോ? അതിനുള്ള തടസ്സം എന്താ? എന്റെ സമ്പത്താണോ? എന്റെ വീടാണോ? എന്റെ ഒട്ടകങ്ങളാണോ? എന്റെ കച്ചവട വസ്തുക്കളാണോ? എന്റെ നാണയങ്ങളാണോ? ഇതെല്ലാം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ടതാ എന്റെ റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടി പോകുന്നു. ഈ പ്രഖ്യാപനമായിരുന്നു സുഹൈബിന്റെ ഹിജറ റളിയല്ലാഹു തആല അൻഹു. ഈ രൂപത്തിൽ ത്യാഗങ്ങൾ സഹിച്ച സ്വഹാബത്തോ അവരുടെ ജീവിതത്തിന്റെ മാതൃകകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം നൽകാൻ അവർ സന്നദ്ധമായിരുന്നു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിറങ്ങുകയാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാൻ സാധിക്കുകയില്ല. പലപ്പോഴും നമ്മൾ പലതും സ്വതക്ക കൊടുക്കാറുണ്ട്, പലർക്കും പലതും നൽകാറുണ്ട്. നമുക്ക് വേണ്ടാത്ത വസ്ത്രം, നമുക്ക് വേണ്ടാത്ത പാത്രം, നമുക്ക് വേണ്ടാത്ത ഉപയോഗശൂന്യമായ പലതും പലർക്കും കൊടുക്കുന്നവരുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു വചനം അവതരിച്ചു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പുണ്യം നേടാൻ കഴിയുകയില്ല. ഇത് കേട്ടപ്പോ മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയേ, പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനം ഞാൻ കേട്ടിരിക്കുന്നു നബിയേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത്, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് എന്റെ തോട്ടമാണ് ബൈറുഹ. അദ്ദേഹത്തിന്റെ മനോഹരമായ സുന്ദരമായ ബൈറുഹ തോട്ടം, മദീനയിൽ കളകളാരവമുള്ള നദികളുള്ള, പക്ഷികൾ വന്നിരിക്കുന്ന ഫലവൃക്ഷങ്ങളുള്ള, റസൂലും സ്വഹാബത്തും ഒക്കെ ചെന്നിരിക്കാറുള്ള മനോഹരമായ അദ്ദേഹത്തിന്റെ വിഭവമായിരുന്നു, അദ്ദേഹത്തിന്റെ സമ്പത്തായിരുന്നു ബൈറുഹ തോട്ടം. ആ തോട്ടത്തെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, റസൂലേ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ തോട്ടമാണ്. അതുകൊണ്ടിതാ ആ തോട്ടം ദീനിന്റെ പേരിൽ തന്നുകൊണ്ട്, അള്ളാഹുവിന്റെ പുണ്യം ഞാൻ നേടിയെടുക്കുന്നു നബിയേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അത് സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ അവകാശികൾ ഉണ്ടായിരുന്നു, ദരിദ്രരായ ആളുകൾ. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വീതിച്ചു കൊടുക്കുകയാണ്.
ഞാനിവിടെ സൂചിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് കേൾക്കുമ്പോ, പരിശുദ്ധ ഖുർആനിന്റെ ഒരു വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോ പലപ്പോഴും അത് അവനെക്കുറിച്ചാണ്, അവരെക്കുറിച്ചാണ്, അത് കുഫാറുകളെ കുറിച്ചാണ്, അത് മുനാഫിഖീങ്ങളെ കുറിച്ചാണ്, അത് മറ്റു പല ആളുകളെ പറ്റിയുമാണ്, എന്നെ പറ്റിയല്ല എന്നൊരു ധാരണ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. യഥാർത്ഥത്തിൽ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് കേൾക്കുമ്പോ അവരുടെ മനോഭാവം ഇത് എന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അള്ളാഹ് എന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി തങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ അവർ പരിശ്രമിക്കുമായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ ജീവിതം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനമായി നൽകിയ ഒട്ടേറെ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ വായിക്കേണ്ട, മനസ്സിലാക്കേണ്ട, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ചരിത്രമാണ്. മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ ഏടുകൾ നാം പരതി നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മക്കയിൽ അദ്ദേഹത്തെ പോലെ ധനാഢ്യനായിരുന്ന, സുന്ദരനായിരുന്ന, സുമുഖനായിരുന്ന ഒരു മനുഷ്യൻ വേറെ ഇല്ലായിരുന്നു. അത്രമാത്രം ഖുറൈശി പ്രമുഖന്മാർ പോലും തങ്ങളുടെ സദസ്സുകളിൽ, തങ്ങളുടെ വേദികളിൽ മിസ്അബിന്റെ സാന്നിധ്യത്തെ പ്രതീക്ഷിച്ചിരുന്ന അത്രമാത്രം ഉന്നത കുലജാതനായിരുന്ന മിസ്അബ് ഒരിക്കൽ ഒരു വസ്ത്രം ധരിച്ചാൽ പിന്നീട് ആ ജീവിതത്തിൽ ആ വസ്ത്രം ധരിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ സമ്പന്നനായിരുന്ന മിസ്അബ് ഏറ്റവും മുന്തിയ സുഗന്ധദ്രവ്യങ്ങൾ കാതങ്ങളോളം അതിന്റെ സുഗന്ധം അടിച്ചു വീശുന്ന രൂപത്തിൽ ആ സുഗന്ധദ്രവ്യങ്ങളുമായി നടന്നിരുന്ന മിസ്അബ് വഴിത്താരകളിലൂടെ നടന്നു പോകുമ്പോ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വഴിയോരങ്ങളിൽ സുന്ദരികളായ സ്ത്രീകൾ അവർ ഒരുമിക്കുമായിരുന്നു മിസ്അബിനെ ഒന്ന് കാണാൻ വേണ്ടി. അത്രമാത്രം സുന്ദരനായിരുന്ന, സുമുഖനായിരുന്ന, സമ്പന്നനായിരുന്ന മിസ്അബ്, ആ മിസ്അബ് റളിയല്ലാഹു അൻഹു അർക്കമിന്റെ വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന മിസ്അബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സ്നേഹനിധിയായ തന്റെ മാതാവ് തന്നെയാണ്. പക്ഷേ മാതാവ് പറഞ്ഞത്, മിസ്അബേ, മുഹമ്മദിന്റെ വിശ്വാസത്തിൽ നിന്ന് നീ പിന്തിരിയാത്ത കാലത്തോളം എന്റെ സമ്പത്തിൽ നിന്ന് യാതൊന്നും തന്നെ നിനക്ക് ലഭിക്കുകയില്ല. വാശിയോടുകൂടി ഉറച്ചു നിന്ന തന്റെ മാതാവിന്റെ മുന്നിൽ സമ്പത്തല്ല, തന്റെ ആദർശമാണ്, തന്റെ വിശ്വാസമാണ് വലുത് എന്ന് പ്രഖ്യാപിച്ച മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഒരുമിച്ചിരിക്കുന്ന സദസ്സിൽ മിസ്അബ് കയറി വരുമ്പോ സമ്പത്ത് നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട രൂപത്തിലും ഭാവത്തിലും മാറ്റങ്ങൾ വന്ന മിസ്അബിനെ അവർ കണ്ടു. മദീനയിലേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് മദീനയെ അതിന് പരുവപ്പെടുത്താൻ വേണ്ടി ആരെ പറഞ്ഞയക്കുമെന്ന ചോദ്യം വന്നപ്പോ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരുപാട് പരിചയസമ്പന്നരായ, ഒരുപാട് അനുഭവ സമ്പത്തുള്ള ധാരാളക്കണക്കിന് സ്വഹാബത്തുണ്ടായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്ത മിസ്അബ് റളിയല്ലാഹു അൻഹു, ആ മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയുടെ തെരുവോരങ്ങളിൽ കടന്നു ചെന്നുകൊണ്ട് ഓരോ വീട്ടിലും കയറിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യുകയാ. ഓരോ വീട്ടിലും കയറി ചെന്ന് ഓരോ പൗരപ്രമുഖനോടും ഗോത്രത്തലവനോടും സാധാരണക്കാരനോടും ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്തു. ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മദീനയിലെ ഗോത്രത്തലവന്മാരായ ഒട്ടേറെ ആളുകൾ അതാ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് മൂലമാണ്. ആ മിസ്അബ് റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ രണാങ്കണത്തിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. ഉഹുദ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഉഹുദിന്റെ പതാകവാഹകനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത് മിസ്അബിനെയാ. പതാകയും പിടിച്ചുകൊണ്ട് മുന്നിൽ നിന്നവൻ മിസ്അബ് ഉഹുദിന്റെ രണാങ്കണത്തിൽ. നമുക്കറിയാം, ഉഹുദിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മലയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങരുത് എന്ന് പറഞ്ഞ് റസൂലുള്ള ചട്ടം കെട്ടിയ അമ്പെയ്ത്തുകാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ യുദ്ധമാണ്. തലക്ക് മുകളിലൂടെ ശത്രു സൈന്യത്തിന്റെ കൊടിയ ആക്രമണം കൊണ്ട് ഗനീമത്ത് സ്വത്ത് പെറുക്കുന്നതിനിടയിൽ കൊടിയ ആക്രമണം കൊണ്ട് ശത്രുക്കളുടെ പെട്ടെന്നുള്ള ആക്രമണത്താൽ ചിന്നി ചിതറിയോടിയ മുസ്ലിം സൈന്യം ആയിരുന്നു ഉഹുദിന്റെ രംഗം. പ്രാഥമിക ഘട്ടത്തിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ച ഉഹുദ് വലിയ പരാജയമായി മാറുകയായിരുന്നു ഭൗതികമായി. പ്രിയപ്പെട്ടവരെ, ആളുകൾ കൊല്ലപ്പെട്ടു, ഒരുപാട് ആളുകൾ വരണ്ടോടുകയായിരുന്നു. അവരുടെ കൂട്ടത്തിൽ പതാകയും വഹിച്ചുകൊണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ ഉറച്ചു നിന്നു. ആ മനുഷ്യന്റെ പേരായിരുന്നു മിസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറയുന്നത്. അദ്ദേഹം ആ പതാകയുമായി ഉറച്ചു നിന്നുകൊണ്ട് ധീരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ പൊരുതി.
ഇബ്നു ഖുമൈഅ എന്ന് പറയുന്ന ഒരു കുതിരപ്പടയാളി വന്ന് അദ്ദേഹത്തിന്റെ വലതുകൈ വെട്ടിയെടുക്കുന്ന സന്ദർഭം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. തന്റെ ഇടം കൈകൊണ്ട് ഇസ്ലാമിന്റെ പതാകയെ ഏറ്റുവാങ്ങിയപ്പോ മുറിഞ്ഞ വലം കൈകൊണ്ട് ഇടതുകൈ കൊണ്ട് പതാകയെ ഏറ്റുവാങ്ങുമ്പോ മിസ്അബ് ഇബ്നു ഉമൈർ പറഞ്ഞ ഒരു വാക്കുണ്ട്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് ഇടത് കൈയിലേക്ക് പതാകയെ ഏറ്റുവാങ്ങി. ഇടത് കൈയും മറ്റൊരു പടയാളി വന്ന് വെട്ടിയെടുക്കുമ്പോ മുറിഞ്ഞ രണ്ട് കൈയുടെ കഷ്ണങ്ങളും തന്റെ നെഞ്ചകവും ചേർത്തുകൊണ്ട് ഇസ്ലാമിന്റെ പതാകയെ ഉയർത്തിപ്പിടിച്ച മിസ്അബ് തന്റെ നെഞ്ചകത്തേക്ക് കുന്തം തുളച്ചു കയറുമ്പോ വീണ്ടും വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറിഞ്ഞു വീഴുന്നത് യുദ്ധരംഗത്ത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തെന്നറിയോ? മുഹമ്മദുൻ ഇല്ലാ റസൂൽ. മുഹമ്മദ് ഒരു നബി മാത്രമാണ്. മുഹമ്മദ് ഒരു നബി മാത്രമാണ്. അദ്ദേഹം ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ശത്രു സൈന്യമതാ 4 പാടുമതാ മുസ്ലിങ്ങളെ വളഞ്ഞിരിക്കുകയാണ്. മുസ്ലിം സൈന്യത്തിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളും ഓടി രക്ഷപ്പെട്ടു, പലരും കൊല്ലപ്പെട്ടു. ആ നിലനിൽക്കുന്ന കുറച്ചാളുകളുടെ നടുവിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതാക വഹിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന പടയാളി കൊല്ലപ്പെട്ടാൽ തൊട്ട് പിന്നിലുള്ള നേതാവിനെ പിടികൂടാൻ എളുപ്പമാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയെ പിടികൂടിയവർ കൊന്നുകഴിഞ്ഞാൽ ശത്രുക്കൾ വിചാരിക്കും മുഹമ്മദിന്റെ മരണത്തോടുകൂടി ഇസ്ലാം ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എന്നാൽ അതിന് വിരുദ്ധമായി കൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. മുഹമ്മദ് ഒരു നബി മാത്രമാണ്. ഒരു നബിനെ നിങ്ങൾക്ക് തൊടാൻ പറ്റിയാൽ, ഒരു പ്രവാചകനെ നിങ്ങൾക്ക് കിട്ടിയാൽ, ആ പ്രവാചകനെ നിങ്ങൾ വധിച്ചാലും ഇസ്ലാം ഇവിടെ അവസാനിക്കാതെ നിലനിൽക്കുമെന്ന പ്രഖ്യാപനമായിരുന്നു വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ട് മരിക്കുമ്പോഴേ അള്ളാഹ് ഇതിന്റെ ബാക്കി ആയത്തങ്ങ് അവതരിപ്പിക്കുക. മിസ്അബ് ഏതൊരു കാര്യം പറഞ്ഞുകൊണ്ടാണോ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയത്, ആ പറഞ്ഞ വാക്കുകൾ മിസ്അബിനെ ഏറ്റെടുത്തു. മിസ്അബിനുള്ള അംഗീകാരമായി, കറാമത്തായി പരിശുദ്ധ ഖുർആനിന്റെ വചനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം 144-ാമത്തെ വചനം, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. പ്രിയപ്പെട്ടവരെ, മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു ഏതൊരു വാക്കാണോ അവസാനമായി ഓതിവച്ചതോ അവിടെ നിന്ന് പരിശുദ്ധ ഖുർആനിന്റെ വചനമതാ അങ്ങ് അവതരിക്കുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. മുഹമ്മദ് ഒരു നബി മാത്രമാണ്. അദ്ദേഹത്തിന് മുമ്പും പ്രവാചകന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതിലൻ ഖലബ്തും അലാ അഖാബികും. ആ മുഹമ്മദ് നബി മരിച്ചു എന്ന് കേട്ടാൽ, മുഹമ്മദ് നബി കൊല്ലപ്പെട്ടു എന്നതിന്റെ പേരിലോ നിങ്ങളെങ്ങാനും നിങ്ങളുടെ മടമ്പുംകാലിൽ തിരിഞ്ഞോടുകയാണോ? യുദ്ധരംഗത്ത് ശത്രുക്കൾ വലിയൊരു തന്ത്രം പ്രയോഗിച്ചു. ഒരു യുദ്ധം നടക്കുമ്പോ മറുവിഭാഗത്തിൽപ്പെട്ട പടയാളികളെ തളർത്തുവാനും അവരുടെ മനോവീര്യം നശിപ്പിക്കുവാനും ശത്രുക്കൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു യുദ്ധതന്ത്രമാണ് അവരുടെ നേതാവ് കൊല്ലപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കുക. നിങ്ങളുടെ രാജാവ് മരിച്ചു, മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന് അബൂ സുഫിയാനും ആളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. മുഹമ്മദ് നബി കൊല്ലപ്പെട്ടിട്ടില്ല, മരിച്ചു, കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴേക്കും മനസ്സിൽ പകുതി വിശ്വാസം സൂക്ഷിച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഓടിപ്പോവാൻ തുടങ്ങി. ഇനി ആർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം? അപ്പോഴാണ് പരിശുദ്ധ ഖുർആനിന്റെ വാക്ക്, മുഹമ്മദ് നബി മരിച്ചു എന്നതിന്റെ പേരിൽ മുഹമ്മദ് നബി കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോ നിങ്ങളുടെ മടമ്പുംകാല് കൊണ്ട് നിങ്ങൾ തിരിഞ്ഞോടുകയാണോ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, വമയ്യൻ ഖലിബ അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. ആരെങ്കിലും ആ രൂപത്തിൽ ഓടിപ്പോയാൽ അള്ളാഹുവിന് ഒരു ഉപദ്രവവും അവർ വരുത്തി വെക്കുന്നതല്ല. നിങ്ങൾ യുദ്ധരംഗത്ത് ഉറച്ചു നിന്നാലും ശരി, നിങ്ങൾ യുദ്ധരംഗത്ത് നിന്ന് ഓടിപ്പോയാലും ശരി, നിങ്ങൾ നന്ദി കാണിച്ചാലും ശരി, നന്ദികേട് കാണിച്ചാലും ശരി, അത് അള്ളാഹ്ക്ക് ഒരു ഉപദ്രവവും വരുത്തി വെക്കുന്നതല്ല. വസയജ്സില്ലാഹു ശാകിരീൻ. എന്നാൽ നിങ്ങൾ നന്ദിയോടുകൂടെ ഉറച്ചു നിന്നാൽ, നന്ദി കാണിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുന്നതാ. പറയാ, മുഹമ്മദ് നബി മരിച്ചു എന്നതിന്റെ പേരിലോ കൊല്ലപ്പെട്ടു എന്നതിന്റെ പേരിലോ മുഹമ്മദ് നബിയോടുകൂടി അവസാനിക്കുന്ന ഒന്നല്ല ദീനുൽ ഇസ്ലാം. മുഹമ്മദ് നബി ഒരു പ്രവാചകനാണ്.
അദ്ദേഹത്തിന് മുമ്പും പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. പല പ്രവാചകന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ദീനുൽ ഇസ്ലാം ഇവിടെ മരിക്കാതെ നിലനിൽക്കും. അതുകൊണ്ട് പ്രവാചകന്റെ പേരിൽ എന്തെങ്കിലും കേൾക്കുമ്പോ തിരിഞ്ഞോടുന്നവരെ, നിങ്ങൾ തിരിഞ്ഞോടിയാൽ, ആദർശത്തിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു നടന്നാൽ, യുദ്ധരംഗത്ത് നിന്ന് നിങ്ങൾ തിരിഞ്ഞോടിയാൽ അള്ളാഹ്ക്കൊന്നും സംഭവിക്കാനില്ല. പക്ഷേ തിരിഞ്ഞോടുന്ന നിങ്ങൾക്കാണ് നഷ്ടം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചത് ഒരു സ്വഹാബിക്ക് ലഭിച്ച അംഗീകാരം, അദ്ദേഹം പറഞ്ഞ വാക്ക് അള്ളാഹ് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്താക്കി ഏറ്റെടുത്തു. അദ്ദേഹം പറഞ്ഞിടത്ത് നിന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു. അത്രമാത്രം അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയ സ്വഹാബാ കിറാം, അതിൽ പ്രമുഖനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ഉഹുദിന്റെ രണാങ്കണത്തിൽ ശത്രു സൈന്യമത മുസ്ലിം സൈന്യത്തെ ഓരോരുത്തരെയും പല രൂപത്തിലാണ് കൈകാര്യം ചെയ്തത്. കയ്യിൽ കിട്ടിയവരോട് ബദറിന്റെ പ്രതികാരം അവർ ചെയ്തതാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമത വളരെയധികം മോശമായ രൂപത്തിൽ വികൃതമാക്കിയിട്ടുണ്ട്. സഫിയ റളിയല്ലാഹു അൻഹു, സഹോദരിയായ സഫിയ റളിയല്ലാഹു അൻഹ തന്റെ സഹോദരനെ ഒന്ന് കാണാൻ വേണ്ടി, മയ്യിത്തൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തടയുകയാണ്. സഫിയ, താങ്കൾ പോകേണ്ടതില്ല, സഹോദരനിൽ കാണേണ്ടതായിട്ട് ഒന്നും ഇനി അവിടെ ബാക്കിയില്ല. ഒരു സഹോദരിക്ക് കാണാൻ കഴിയാത്ത രൂപത്തിൽ സഹോദരന്റെ ശരീരത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിൽ നമുക്ക് കാണാം. തന്റെ ബാപ്പയെ കൊന്നതിന്റെ പേരിൽ, തന്റെ സഹോദരനെ ബദറിൽ വധിച്ചതിന്റെ പേരിൽ അതാ ഹിന്ദ് പ്രതികാരം ചെയ്തതായിരുന്നവിടെ വഹ്ഷിയെ കൊണ്ട് ചാട്ടുളി മറഞ്ഞു നിന്ന് എറിഞ്ഞുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യുകയാണ്. മറഞ്ഞു നിന്നുകൊണ്ടാണ്, മുന്നിൽ നിന്ന് ആക്രമിച്ചിട്ടല്ല. ഹംസ റളിയല്ലാഹു അൻഹു മരിച്ചുപോയപ്പോ അദ്ദേഹത്തിന്റെ വയറ് പോലും പിളർന്നിട്ട് കരള് പോലും പുറത്തെടുത്തത് ചവച്ചു തുപ്പിയെന്നാണ്. ആലോചിച്ചു പ്രിയപ്പെട്ടവരെ, മരിച്ചാൽ ആ മയ്യത്തിനെ പോലും നിന്ദിക്കുക എന്നുള്ളതാണ്. കരള് ചവച്ച് ആ മയ്യത്തിന്റെ മുഖത്തേക്ക് തന്നെ തുപ്പുക, അത്രമാത്രം നിന്ദിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തതാണ് ആ യുദ്ധത്തിന്റെ രംഗമാണ് ഉഹ്ദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കരയാതെ കാണാൻ കഴിയാത്ത ഓരോ ദൃശ്യങ്ങളായിരുന്നത്. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വഹാബത്ത് പറയുന്നത്, മിസ്അബിന്റെ ശരീരം ഇവിടെ ഉണ്ട്. മിസ്അബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോ കൈകളില്ല, ശരീരത്തിൽ അതാ ഒരു തട്ടം മാത്രമാണ് ബാക്കിയുള്ളത്. സഹാബത്ത് പറഞ്ഞു, നബിയേ, മിസ്അബിന്റെ ശരീരത്തിൽ ഒരു തട്ടം മാത്രമാ, അതുകൊണ്ട് തല മൂടിയാൽ കാല് പുറത്താണ് നബിയേ, കാലെങ്ങാനും മൂടിയാൽ തലഭാഗം പുറത്താണ് റസൂലേ. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ആ മയ്യത്തിന്റെ മുഖത്തേക്ക് അങ്ങ് നോക്കിയിട്ട് സ്വഹാബത്ത് കേൾക്കുമാർ അവിടുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മിസ്അബിനെ ഞാൻ മക്കയിൽ കണ്ടപ്പോ ഇദ്ദേഹത്തെ പോലെ നല്ല വസ്ത്രം ധരിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം നന്നായി വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനാണ്, അത്രമാത്രം വലിയ സമ്പന്നതയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. ഇന്നിതാ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ത്യാഗം സഹിച്ചതിന്റെ പേരിലതാ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു തട്ടം മാത്രമാണ് ബാക്കിയുള്ളത്. തലമൂടിയാൽ കാല് പുറത്താണ്, കാല് മൂടിയാൽ തല പുറത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തങ്ങ് ഓതുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലെ ഒരു ആയത്തങ്ങ് ഓതുകയാ, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലൂ തബ്ദീലാ. പരിശുദ്ധ ഖുർആനിന്റെ 33-ാം അധ്യായം 23-ാമത്തെ സൂക്തമാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആ വചനമാ. മിസ്അബിന്റെ ശരീരത്തെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓതുകയാണ്, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആൺകുട്ടികളുണ്ട്, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആണുങ്ങളുണ്ട്. അല്ലാഹുവിനോട് ചെയ്ത കരാറിനെ സത്യപ്പെടുത്തിയവരാണവരോ, അല്ലാഹുവിനോട് ചെയ്ത കരാറിനെ സത്യപ്പെടുത്തിയവരാണവർ. ഫമിൻഹും മൻ ഖളാ നഹ്ബഹു, അവരുടെ കൂട്ടത്തിൽ ആ കരാറിനെ സത്യപ്പെടുത്തിക്കൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ചു പോയവർ ഉണ്ട്. വമിൻഹും മൻ യൻതളിർ, ആ രക്തസാക്ഷിത്വത്തെ കാത്തു നിൽക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. വമാ ബദ്ദലൂ തബ്ദീലാ, അല്ലാഹുവോട് പറഞ്ഞ വാക്കിൽ, അല്ലാഹുവോട് ചെയ്ത കരാറിൽ യാതൊരുവിധ മാറ്റവും അവർ വരുത്തിയിട്ടില്ല. പടച്ചോനെ,
നിനക്ക് വേണ്ടിയിട്ടാണ് ഈ ശരീരം, നിനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സമ്പത്ത് എന്ന് അള്ളാഹിനോട് വാക്ക് പറഞ്ഞവരായിരുന്നു അവർ. അത് സത്യപ്പെടുത്തിക്കൊണ്ട് തന്റെ ജീവിതം തന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുത്തിട്ട് ഇങ്ങനെ ഒറ്റ തുണിയിൽ കിടക്കുന്ന മിസ്അബിനെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ ആയത്താണ് പ്രിയപ്പെട്ടവരെ. അവരുടെ കൂട്ടത്തിൽ അത് നിർവഹിക്കപ്പെട്ടവരുണ്ട്, ആ സത്യസാക്ഷ്യത്വത്തെ നിർവഹിച്ചവരുണ്ട്. ഇനിയും ആ രക്തസാക്ഷിത്വത്തെ കാത്തു നിൽക്കുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ വാക്കിൽ അവർ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ എത്രയോ സ്വഹാബത്തിന്റെ ത്യാഗനിർഭരമായ ചരിത്രങ്ങൾ ഈ രൂപത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടവർ, റസൂലിനെ അത്രമാത്രം സ്നേഹിച്ചവർ, നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചിട്ടോ മണലാരണ്യത്തിലൂടെ വലിച്ചപ്പോഴുമതാ എത്യോപ്യക്കാരനായ അടിമയായ കറുകറുത്തവനായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെയാണ് ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന കിരാതനായ ഭരണാധികാരി, കിരാതനായ യജമാനൻ. ആ മനുഷ്യന്റെ നെഞ്ചത്ത് പോലും പാറക്കല്ല് കയറ്റി വെച്ചുകൊണ്ടോ മണലിലൂടെ അതാ പീക്കിരി പിള്ളേരെ കൊണ്ടിങ്ങനെ വലിപ്പിക്കുകയാണ്. എന്താണ് കാരണമെന്നറിയുമോ? തന്റെ അടിമയത മുഹമ്മദിന്റെ മതത്തിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇതാണ് കാരണം. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചുകൊണ്ട് പീഡനങ്ങളും താഠനങ്ങളും ഏറ്റുവാങ്ങുകയാണ് അവർ. ഓരോ തവണ പീഡിപ്പിക്കുമ്പോഴും ഓരോ തവണ മർദ്ദനങ്ങൾ അഴിച്ചുവിടുമ്പോഴും അതാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം അഹദ് അഹദ് എന്നാണ്. ഏകനായവൻ ഏകനായവൻ എന്നാണ്. ബദർ യുദ്ധം നടക്കുമ്പോ ബദറിന്റെ മുദ്രാവാക്യമായി റസൂലുള്ളാഹി തെരഞ്ഞെടുത്തതോ വേദനിക്കുന്ന മാത്രയിൽ പച്ചമുറിയിൽ ഉപ്പ് പുരണ്ട ആ മണൽത്തരികൾ പുരളുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞ അഹദ് എന്ന മുദ്രാവാക്യമാണ്. ബദറിന്റെ രണാങ്കണത്തിലേക്ക് കുതിക്കുമ്പോ സത്യവിശ്വാസികളുടെ മുദ്രാവാക്യമായി റസൂലുള്ളാഹി തെരഞ്ഞെടുത്തതോ പ്രിയപ്പെട്ടവരെ ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ മാതൃക, പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ മാതൃക. റസൂലുള്ളാഹി പറയുകയാണോ, പള്ളി ഉണ്ടാക്കിയിട്ടോ മദീനത്തെ പള്ളി ഉണ്ടാക്കിയിട്ടോ ഈന്തപ്പനയുടെ മട്ടലുകൾ കുത്തി നാട്ടി നിർത്തിക്കൊണ്ടോ നിലത്ത് മണൽ വിരിച്ച പള്ളിയാണ്. എസി ഇല്ലെങ്കിൽ ഒരു വക്ത് നിസ്കരിക്കാൻ മടിയുള്ള ആളുകളല്ലേ നമ്മളോ? പ്രിയപ്പെട്ടവരെ, ആ മണലാരണ്യത്തിലെ മണലിൽ സുജൂദ് ചെയ്തവരാണ്. അവരും നിസ്കരിച്ചിട്ടുണ്ട് ളുഹർ. അവരുടെ നെറ്റിത്തടം അവർ മണലിലാണ് കുത്തിയതോ. അവരൊരിക്കലും പരാതി പറഞ്ഞിട്ടില്ല, റബ്ബേ ഞങ്ങൾക്ക് ചൂടാണെന്നോ ഞങ്ങൾക്ക് തണുപ്പാണെന്നോ അവർ പരാതി പറഞ്ഞിട്ടില്ല. ആ പള്ളി ഉണ്ടാക്കിയിട്ടോ ആ പള്ളിയുടെ മുകളിൽ നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ടോ കറുകറുത്ത ബിലാലിനെ വിളിക്കുന്നു. വെളുവെളുത്ത പേർഷ്യക്കാരനായ സൽമാനപ്പുറത്തുണ്ടോ? സൽമാനുൽ ഫാരിസി ഉണ്ടോ? അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുകയാണ് കറുകറുത്ത ബിലാൽ. വർണ്ണ വിവേചനങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ലെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ കാരുണ്യത്തിന്റെ പ്രവാചകൻ ബിലാലിനെ തെരഞ്ഞെടുക്കുകയാ. ബാങ്ക് കൊടുക്കുന്നു. ഉമ്മത്ത് മുസ്ലിമയിൽ ഉമ്മത്തുൻ നബിയിൽ ആദ്യമായി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ ബിലാൽ അൽ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുകയാണ്. സന്തോഷത്തോടുകൂടി മനോഹരമായ ആ ശബ്ദത്തെ സത്യവിശ്വാസികൾ സ്വീകരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോകുമ്പോ പിന്നീട് ബാങ്ക് വിളിക്കാൻ അശക്തനായി ബിലാൽ. ബാങ്ക് വിളിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എത്ര പ്രാവശ്യം ബാങ്ക് വിളിക്കാൻ വേണ്ടി കയറിയാലും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശബ്ദം നിലച്ചു പോകുന്നു. അദ്ദേഹത്തിന്റെ കണ്ടമിടറുന്നു, കണ്ണുകൾ നിറയുന്നു. അദ്ദേഹത്തിന് ബാങ്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നാട് വിട്ടു പോവുകയാണോ. പിന്നീടതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നാട് വിസിറ്റ് ചെയ്യുമ്പോ, അവിടം സന്ദർശിക്കുമ്പോ വീണ്ടും ഒരു ആഗ്രഹം കൊണ്ട് ഖലീഫയായ ഉമർ വീണ്ടും ആവശ്യപ്പെടുകയാണ്, ബിലാലെ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ബാങ്ക് കൊടുക്കൂ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു അതാ ബാങ്ക് വിളിക്കുന്നു. വീണ്ടും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഭാഗമെത്തുമ്പോ പൊട്ടിക്കരയുന്ന ബിലാലിന്റെ കൂടെ കരയുന്ന സ്വഹാബത്തോ റസൂലുള്ളാഹിനെ ഓർത്തുകൊണ്ടോ റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ പാഠങ്ങളെ ഓർത്തുകൊണ്ടോ പിന്നീട് ബാങ്കിനെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ബിലാലോ. പ്രിയപ്പെട്ടവരെ, സ്നേഹമാണത്, റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്താണത്. ആ സ്നേഹത്തിന്റെ അനിതര സാധാരണമായ മാതൃക ഈ ലോകത്തിന് കാണിച്ചു തന്ന ആ സ്വഹാബത്തിന്റെ ജീവിതമല്ലാതെ മറ്റെന്താണ് നമ്മുടെ ജീവിതത്തിന്റെ മാതൃക? ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പിടിക്കുന്നു അവരോ. ഹിജ്റ പോകുമ്പോ, യാത്ര പോകുമ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പിടികൂടുന്ന ഖുറൈശികളോ അവര് പറയുന്നുണ്ട്, ഖുബൈബേ, നിന്നെ കൊല്ലാതെ വിടണമെങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണെന്നറിയുമോ? സബ്ബ മുഹമ്മദിനെ തെറി പറഞ്ഞാൽ മതി.
ഓരോരുത്തരെ ഓരോ രീതിയിലാണ്. ഹുബൈബിനെ അവർക്ക് കീഴടക്കാൻ കഴിയുന്ന ആളാണ്. അവരുടെ കൂട്ടത്തിൽ വളരെയധികം പാവപ്പെട്ടവനായ മനുഷ്യനാണ്. അതുകൊണ്ട് ഹുബൈബിനെ അവർ പിടികൂടുകയാണ്. അബൂ സുഫിയാനും അബൂ സുഫിയാന്റെ കൂട്ടാളികളും അവർ ഒന്നിച്ച് പിടികൂടിക്കൊണ്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നിന്നെ കൊല്ലാതെ വിടണമെങ്കിൽ നീ ചെയ്യേണ്ടത് മുഹമ്മദിനെ തെറി പറഞ്ഞുകൊണ്ട് ഈ ആദർശത്തിൽ നിന്ന് പുറത്തു വരണം. ഹുബൈബ് റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. ഒരു ക്രൂശിത രൂപം കൊണ്ടുവരപ്പെട്ടു. മരത്തിന്റെ കുരിശു പോലെയുള്ള ഒരു സാധനം കൊണ്ടുവരപ്പെട്ടു. അതിൽ തറച്ചുകൊണ്ട് കൊന്നുകളയാൻ തീരുമാനിക്കുകയാണ്. വീണ്ടും ഉപദ്രവങ്ങൾ അഴിച്ചുവിടുകയാണ്. അവസാനം ആ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വീണ്ടും ഹുബൈബിന്റെ അടുത്ത് ചെന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, ഹുബൈബേ, നീ നിൽക്കുന്ന ഈ സ്ഥാനത്ത് മുഹമ്മദ് ആകണമെന്ന് നീ ഒന്ന് ആലോചിച്ചാൽ മതി ഹുബൈബേ, എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോ അതാ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് സഹിക്കുകയില്ല. പിന്നെയാണോ ഈ രൂപത്തിൽ ഇതാ ഇങ്ങനെ ഒരു സ്ഥാനത്ത് എന്റെ ഹബീബ് വരിക? ഒരിക്കലും തന്നെ ഞാൻ അതിന് സമ്മതിക്കുകയില്ല. എന്നെ കൊല്ലണമെന്നെങ്കിൽ നിങ്ങൾ കൊന്നോളൂ. ഇത് പറയുമ്പോ അബൂ സുഫിയാൻ തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല അന്ന് അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാൻ പോലും പ്രഖ്യാപിക്കുകയാണ്, വല്ലാഹി, ഒരുപാട് നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്ന പോലെ ഒരു അനുയായിയും അവരുടെ നേതാവിനെ സ്നേഹിക്കുന്നതോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. എന്നിട്ടതാ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, കൊല്ലുന്നതിന് മുമ്പ് അവസാനത്തെ ഒരു ആഗ്രഹം പറഞ്ഞോളൂ. ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയാണ്, 2 റക്അത്ത് നിസ്കരിക്കണം, 2 റക്അത്തൊന്ന് നിസ്കരിക്കണം, അത് മാത്രം ആഗ്രഹം. അനുവദിച്ചു. അദ്ദേഹം പെട്ടെന്ന് തന്നെ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. അപ്പൊ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ, അവസാനത്തെ ആഗ്രഹമല്ലേ, 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു, എന്തേ കുറച്ച് സുദീർഘമായി നിസ്കരിച്ചില്ല? ഒരല്പസമയം കൂടി നിനക്ക് ആയുസ് കൂടുതൽ കിട്ടുമല്ലോ, എന്തുകൊണ്ടാണ് ദീർഘമായി നിസ്കരിക്കാഞ്ഞത്? ഹുബൈബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞെന്താ അറിയോ, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്റെ റബ്ബിന്റെ മുന്നിൽ മുനാജാത്ത് നടത്താൻ. എത്ര സമയം വേണമെങ്കിലും നിസ്കരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ ഇപ്പൊ ഞാൻ എന്റെ നമസ്കാരത്തിന്റെ ദൈർഘ്യം കൂട്ടിയാ നിങ്ങൾ എന്താ പറയുന്നറിയോ? ഹുബൈബിന് മരണത്തെ ഭയമാണ്. മരണത്തെ പേടിച്ചുകൊണ്ടാണ് ഹുബൈബ് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് നിങ്ങൾ പറയും. എനിക്ക് മരണത്തെ ഭയമില്ല, ഞാൻ എന്റെ റബ്ബിന് വേണ്ടി എന്തിനും സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ രക്തസാക്ഷിത്വത്തെ പുൽകിയ ഹുബൈബ് റളിയല്ലാഹു അൻഹു. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം വഹിയിലൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് അറിയുന്നത്. മദീനയിലാണ് റസൂലുള്ളാഹ്. മക്കയിൽ വെച്ച് ഹുബൈബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുമ്പോ മലക്കുകൾ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് റസൂലിനോട് വഹിയായിക്കൊണ്ട്, ഹുബൈബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഫസ്വല്ലി സ്വലാത്ത മുവദ്ദിഅ ഫസ്വല്ലി സ്വലാത്ത ഹുബൈബ്. നിങ്ങളൊക്കെ ഇനി നിസ്കരിക്കുമ്പോ ഹുബൈബ് നിസ്കരിച്ച പോലെയാണ് നിസ്കരിക്കേണ്ടത്. എന്താ ഹുബൈബിന്റെ നിസ്കാരം എന്നറിയോ? ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ഇത് അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിച്ചാൽ, സലാം വീട്ടിയാൽ എന്റെ മരണാണ്, അവസാനത്തെ നിസ്കാരം, ആ നിസ്കാരം എങ്ങനെ ഉണ്ടാവും? അതായിരുന്നു ഹുബൈബ് റളിയല്ലാഹുവിന്റെ നിസ്കാരം. ആ നിസ്കാരത്തിൽ ഹുബൈബ് റളിയല്ലാഹു എത്രമാത്രം ആത്മാർത്ഥമായി റബ്ബിനെ സ്മരിച്ചിട്ടുണ്ടാവും, പടച്ചവനോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതുപോലെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന് ഒരു അംഗീകാരം എന്ന രൂപത്തിൽ തന്നെ സഹാബത്തിനെ പഠിപ്പിക്കുന്നതാണ് പിൽക്കാലത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവൻ കൊടുത്തവർ, പ്രാണൻ കൊടുത്തവർ, സമ്പത്ത് കൊടുത്തവർ, നാട് വിട്ടു പോകേണ്ടി വന്നവർ, എല്ലാ പ്രിയപ്പെട്ടതും തങ്ങളുടെ ആദർശത്തിന് വേണ്ടി ബലി കഴിപ്പിച്ചവർ, ഇതായിരുന്നു യഥാർത്ഥത്തിൽ സ്വഹാബത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരാതിരിക്കില്ല. പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. വെറുതെ സ്വർഗത്തിലേക്ക് അങ്ങ് കയറി ചെല്ലാമെന്നോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതെന്ന് അള്ളാഹ് നോക്കിയിട്ടല്ലാതെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ക്ഷമിക്കുന്നതെന്ന് അള്ളാഹു പരീക്ഷിച്ചിട്ടല്ലാതെ സ്വർഗത്തിലേക്ക് വെറുതെ കടന്നു ചെല്ലാമെന്നോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ആർക്കാ ഓതിക്കൊടുക്കുന്നതെന്നറിയുമോ? ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ആ പ്രയാസങ്ങളിൽ ക്ഷമിക്കണമെന്ന് പഠിപ്പിക്കുന്നിടത്താണ്. റസൂലുള്ളാഹിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് കുപ്പായം ഉയർത്തിക്കൊണ്ട് സഹാബത്തിൽപ്പെട്ട ആളുകൾ അവരുടെ പിറകുഭാഗത്തേറ്റ മുറിവുകളും പ്രയാസങ്ങളും ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, റസൂലേ, ഞങ്ങളുടെ വേദന താങ്കൾ കാണുന്നില്ലേ നബിയേ? എപ്പോഴാണ് അള്ളാഹിന്റെ സഹായം ഉണ്ടാവുക? ഇത് ചോദിക്കുമ്പോഴാണ് റസൂലുള്ളാഹി ഇത് ഓതിക്കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ സ്വർഗം നൽകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലാഹ് പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പരീക്ഷണമുണ്ടാകും. ആ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ ആരാണോ ക്ഷമിക്കുന്നതോ അവർക്കാണ് സന്തോഷ വാർത്ത. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, നിങ്ങളുടെ മുൻഗാമികളായ പ്രവാചകന്മാർ പോലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈർച്ചവാളുകൾ കൊണ്ട് ഈർന്ന് മുറിക്കപ്പെട്ടവർ കൂട്ടത്തിലുണ്ട്. ഇരുമ്പിന്റെ പല്ലുള്ള ചീർപ്പുകൾ കൊണ്ട് അവരുടെ ദേഹത്തിങ്ങനെ വാർന്നിട്ട് അവരുടെ മാംസങ്ങൾ അസ്ഥിയിൽ നിന്ന് വേർപെടുത്തപ്പെട്ടവരും മുൻഗാമികളായ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ വിറപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ പീഡനങ്ങളോ ഉപദ്രവങ്ങളോ പരിഹാസങ്ങളോ അല്ലാഹുവിന്റെ ആദർശത്തിൽ നിന്ന്, ദീനിൽ നിന്ന് അവരെ പുറകേട്ട് നയിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഏത് പരീക്ഷണങ്ങൾ വന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഓതിക്കൊടുത്ത ഈ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ജീവിതത്തിൽ ഏതെല്ലാം പരീക്ഷണങ്ങൾ കടന്നു വന്നാലും അവർ സ്വീകരിച്ച ക്ഷമയുടെ പാതയുണ്ടല്ലോ, അവർ സ്വീകരിച്ച ആദർശത്തിന്റെ പാതയുണ്ടല്ലോ, ആ പാതയിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ആദ്യമായി രക്തസാക്ഷിത്വം വഹിക്കുന്നത് ഒരു വനിതയാണ്, സുമയ്യ റളിയല്ലാഹു അൻഹ. യാസർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്, അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. അവർ വിശ്വസിച്ചതറിഞ്ഞുകൊണ്ട് അവരെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോ യാസർ റളിയല്ലാഹു അൻഹുവിനെയും മകൻ അമ്മാറിനെയും അതുപോലെ തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹയെയും ക്രൂരമായി പീഡിപ്പിക്കുമ്പോ നിസ്സഹായരായിക്കൊണ്ട് നോക്കി നിൽക്കാനാണ് അന്നത്തെ ആളുകൾക്ക് കഴിഞ്ഞുള്ളൂ. ഇസ്ലാമിന്റെ പരസ്യ പ്രബോധനം തുടങ്ങിയിട്ടില്ല, രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാസർ കുടുംബത്തിന്റെ അരികത്തൂടെ കടന്നു പോകുമ്പോ വേദനിക്കുന്ന, വേദനയാൽ കരയുന്നവരെ കണ്ടപ്പോ യാസർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വാക്കുണ്ട്, യാസർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക, യാസർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾക്കുള്ള വാഗ്ദത്ത ഗേഹം അത് സ്വർഗ്ഗമാണ്. പ്രിയപ്പെട്ടവരെ, യാസർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയാണ്, സുമയ്യ റളിയല്ലാഹു അൻഹ കൊല്ലപ്പെടുകയാണ്, ക്രൂരമായി കൊല്ലപ്പെടുകയാണ്. ഒരു മകന്റെ മുന്നിൽ വെച്ച് ഉമ്മാനെയും ബാപ്പാനെയും കൊന്നുകളയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു അദ്ദേഹം കാണേണ്ടി വന്ന കാഴ്ച തന്റെ കൺമുന്നിൽ വെച്ച് പ്രിയപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും കൊന്നുകളയുന്നതാണ്. ഇതൊന്നും ദീനിന്റെ മാർഗത്തിൽ നിന്ന്, ആദർശത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ അവർക്ക് കാരണമായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് അവരുടെ സ്വഹാബത്തിന്റെ ജീവിതത്തിന്റെ മാതൃക. ആദർശത്തോട് അവർ കാണിച്ച നേരും കൂറും ഇതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചില്ലേ, ഈമാനിന്റെ മാധുര്യമെന്നാൽ, ഹലാവത്തിന്റെ മാധുര്യമെന്നാൽ 3 ഗുണങ്ങളുള്ള ആളുകൾക്ക് അത് ലഭിക്കുകയുള്ളൂ. ഈ 3 ഗുണങ്ങൾ ആരിലെങ്കിലും ഉണ്ടോ അവർക്കാണ് ഈമാനിന്റെ ഹലാവത്ത് രുചിക്കാൻ കഴിഞ്ഞത്. ഏതാണ് ആ 3 ഗുണങ്ങൾ എന്നറിയുമോ? ഒന്നാമത്തെ ഗുണം, തന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം അത് അള്ളാഹുവിനോടും പ്രവാചകനോടുമാവുക. ഏറ്റവും ഇഷ്ടം അള്ളാഹു സുബ്ഹാനഹു വ തആലയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം, പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അത് കഴിഞ്ഞിട്ടേ നമ്മുടെ ജീവിതത്തിൽ ആരുമായിട്ടും നമുക്ക് ഇഷ്ടവും സ്നേഹവും ഒക്കെയുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഈമാനിന്റെ മാധുര്യം രുചിക്കാൻ ഒരു വ്യക്തിക്ക് വേണ്ടതോ തന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും ആവുക എന്നതാ. രണ്ടാമത്തെ കാര്യം, ഈ ലോകത്ത് നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഇഷ്ടപ്പെടുക. ലോകത്തുള്ള ആരെങ്ങൾ ഇഷ്ടപ്പെട്ടാലും ആ ഇഷ്ടം അള്ളാഹുവിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുക. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹിദായത്ത് നൽകി ദീനുൽ ഇസ്ലാമിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു. അതിനുശേഷം വീണ്ടും കുഫറിലേക്ക് മടങ്ങുന്നതോ, വീണ്ടും അതാ ശിർക്കിലേക്ക് മടങ്ങുന്നതോ,
കത്തിയാളുന്ന തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിനേക്കാളും നിങ്ങൾക്ക് വെറുപ്പുണ്ടാവുകയും ചെയ്യുക. ഈ 3 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഈമാനിന്റെ ഹലാവത്ത് ഒരു മനുഷ്യന് കിട്ടിയെന്ന. ഒന്നാമത്തെ കണ്ടീഷൻ, ഏറ്റവും ഇഷ്ടം അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും. രണ്ടാമത്തെ കാര്യം, ഈ ലോകത്ത് ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഇഷ്ടപ്പെടുക. മൂന്നാമത്തെ കാര്യം, ഈമാൻ കിട്ടിയതിനു ശേഷം, ഹിദായത്ത് കിട്ടിയതിനു ശേഷം വീണ്ടും ളലാലത്തിലേക്ക് പോവാന്ന് പറഞ്ഞാൽ, വീണ്ടും ആദർശത്തിൽ നിന്ന് മാറിപ്പോവെന്ന് പറഞ്ഞാൽ, കത്തിയാളുന്ന തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിനേക്കാളും മരണത്തെക്കാളും വെറുപ്പുള്ള ഒരു വിശ്വാസം. ഈ വിശ്വാസങ്ങൾ ഇത് മനസ്സകങ്ങളിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളമാണ് ഈമാനിന്റെ ഹലാവത്ത് രുചിക്കാൻ കഴിയുന്ന പറയും. പ്രിയപ്പെട്ടവരെ, 3 മനുഷ്യന്മാർ, 3 ചെറുപ്പക്കാർ, അവരുടെ മരണം, അവരുടെ ജീവിതം നിങ്ങളുടെ മുന്നിലേക്ക് ഉദാഹരണമായി വെക്കുകയാണ്. 3 ചെറുപ്പക്കാർ. ഒന്നാമത്തെ ചെറുപ്പക്കാരന്റെ പേരെന്തെന്നറിയോ? ഞാൻ ആമുഖമായി സംസാരിച്ചപ്പോ പറഞ്ഞു, ചരിത്ര കുതുകികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അറിയാവുന്ന ഒരു പേര് അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ ചക്രവർത്തി. തന്റെ ജീവിതത്തിന്റെ യൗവന കാലഘട്ടത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ഒരു മനുഷ്യൻ. 33-34 വയസ്സ് പ്രായത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. അത്രയും കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോ വലിയ സാമ്രാജ്യങ്ങൾ കീഴടക്കിയ ധനികനായ അധിപനായ ഒരു രാജാവ് അദ്ദേഹം മരണപ്പെട്ടു പോകുമ്പോ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അലക്സാണ്ടർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വിശ്വാസിയൊന്നും ആയിട്ടില്ല. പക്ഷേ ഇന്നും നിങ്ങൾക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, The final advices of Alexander to his generals. തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ തന്റെ ജനറൽസിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, തന്റെ പട്ടാള മേധാവിയെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അലക്സാണ്ടർ അവർക്ക് കൊടുത്ത ചില നിർദ്ദേശങ്ങൾ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. എന്താണ് അലക്സാണ്ടർ കൊടുത്ത നിർദ്ദേശങ്ങൾ എന്നറിയുമോ? ലോകം മുഴുവൻ കാൽ കീഴിലുള്ള വലിയ വലിയ സാമ്രാജ്യങ്ങൾ കീഴിലുള്ള ഒരു ചക്രവർത്തി മരണപ്പെട്ടു പോകുമ്പോ തന്റെ ജനറൽസിനെ വിളിച്ച് എന്താ പറയാ? പ്രിയപ്പെട്ടവരെ, എന്നാൽ അലക്സാണ്ടർ പറഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ജനറൽസിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരമാണ് ചക്രവർത്തി അദ്ദേഹം പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നറിയോ? ഒരു തിരിച്ചറിവായിരുന്നു. തന്റെ ജീവിതത്തിൽ തന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാൻ പോലും സമയമില്ലാതെ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് കുതിച്ചുപോയ അലക്സാണ്ടർ അവസാനമായി തന്റെ ജീവിതത്തിൽ നിന്ന് വിട പറയുമ്പോ ഒരു രോഗം ബാധിക്കുമ്പോ അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഏറെ പ്രശസ്തരായ ബിഷഗ്വരന്മാരാണ് കടന്നു വരുന്നത്. ലോക പ്രശസ്തരായ ഡോക്ടർമാരാണ് കടന്നു വരുന്നത് അലക്സാണ്ടറിനെ ചികിത്സിക്കുന്നതിന് വേണ്ടി. ആ ഡോക്ടർമാര് മുഴുവനും പറഞ്ഞു, അലക്സാണ്ടർ ഇനി ജീവിതമില്ല, ഏതാനും ചില മാസങ്ങൾ മാത്രം, അതല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രം, അത്ര മാത്രമേ ഇനി ആയുസിന്റെ പുസ്തകത്തിൽ ബാക്കിയുള്ളൂ. ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല. ദൂരങ്ങൾക്കപ്പുറത്തുള്ള തന്റെ അമ്മയെ ഒന്ന് കാണാൻ പോലും സാധിക്കാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന അലക്സാണ്ടർ അദ്ദേഹം അവസാനമായി പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത്, എന്റെ ബോഡിയുമായിട്ട് പോകേണ്ടത് എന്നെ ചികിത്സിച്ച ഈ ഡോക്ടർമാരാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ചക്രവർത്തി അങ്ങനെ ചെയ്യുന്നത്? താങ്കളുടെ ശവമഞ്ചം ചുമക്കാൻ എത്രയോ അല്ലാത്ത ആളുകളുണ്ട്, എന്തിനാണ് ഈ ഡോക്ടർമാരെ കൊണ്ട് തന്നെ അത് ചുമപ്പിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി, ലോകം മുഴുവനും കാണണം, ലോക പ്രശസ്തരായ ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അലക്സാണ്ടറിനെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, എന്റെ ശവമഞ്ചത്തിന് പുറത്തേക്ക് എന്റെ കൈകൾ നിങ്ങൾ തൂക്കിയിടണം. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ആ പൊതിയുന്ന തുണിക്കകത്ത് കൈകൾ ചേർത്ത് കെട്ടും. എന്നാൽ അദ്ദേഹം പറഞ്ഞു, എന്റെ കരങ്ങൾ നിങ്ങൾ അതിന് പുറത്തേക്ക് നീട്ടിയിടണം. വീണ്ടും അവർ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹം തിരിച്ചു പറഞ്ഞത്, ഇത്രയും സമ്പാദിച്ചിട്ടും വെറും കൈയോടെയാണ് ഞാൻ എന്റെ കുഴിയിലേക്ക് പോകുന്നതെന്ന് ജനങ്ങൾ കാണട്ടെ എന്നാണ്. നിങ്ങൾ എന്റെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് നടന്നു പോകുന്ന വഴിത്താരകളിൽ നിങ്ങൾ സ്വർണവും അതുപോലെ സമ്പാദ്യവും വിതരണം. എന്തിനാണ് ചക്രവർത്തി അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത്രയധികം ഖജാനകൾ എന്റെ കൈവശമുണ്ടായിട്ടും ഇത്രയധികം സമ്പത്തുകൾ ഞാൻ സമ്പാദിച്ചു കൂട്ടിയിട്ടും മരണമെന്ന് പറയുന്ന സത്യത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുവാൻ ഈ സമ്പാദ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സമ്പാദ്യങ്ങളുമായി തിരികെ പോകുവാൻ എനിക്ക് സാധിക്കുകയുമില്ല. ഇത് ജനങ്ങൾ കാണട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതൊരു സത്യവിശ്വാസിയുടെ വാക്കുകളല്ല. അതാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. ഒരു സത്യവിശ്വാസി ആയ ഒരു മനുഷ്യന്റെ വാക്കുകളല്ല. ഇതൊരു തിരിച്ചറിവാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഉണ്ടാവേണ്ട ഒരു തിരിച്ചറിവാണ്. ഈ ലോകത്ത് നിന്ന് എപ്പോ വേണമെങ്കിലും നമ്മൾ യാത്ര പറഞ്ഞു പോകേണ്ടി വരും.
സമ്പാദിച്ചു വെച്ച സമ്പാദ്യങ്ങളോ, നമ്മുടെ മക്കളോ, കുടുംബങ്ങളോ, വേറെ ബന്ധങ്ങളോ, അധികാരങ്ങളോ, അധികാര ചിഹ്നങ്ങളോ, വിദ്യാഭ്യാസങ്ങളോ, അതല്ലെങ്കിൽ വലിയ സ്ഥാനമാനങ്ങളോ ഒന്നും ഉപകരിക്കാതെ ഈ ലോകത്ത് നിന്ന് തഖ്വയും ഈമാനും മാത്രം കൈമുതലായ വ്യക്തികൾക്ക് മാത്രം അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ഒരു ലോകത്തേക്കുള്ള ഒരു യാത്രയുണ്ട്. ആ യാത്രയെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു തരത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റി തീർക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് അലി ബെന്നറ്റ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അധിക കാലമൊന്നും ആയിട്ടില്ല, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയ അലി ബെന്നറ്റ് നമ്മുടെ നാട്ടുകാരനല്ല, ഇംഗ്ലീഷുകാരനാണ്. അലി ബെന്നറ്റ് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോ അദ്ദേഹത്തിന്റെ ചരിത്രം പല ദാഇമാരും വളരെ മനോഹരമായി കൊണ്ട് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇന്നും യൂട്യൂബിൽ കാണാം. അലി ബെന്നറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഇതേപോലെ തന്നെ 34 വയസ്സ് പ്രായമുള്ളപ്പോ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയൊരു മനുഷ്യനാണ്. യുവത്വത്തിന്റെ തീക്ഷ്ണമായ പ്രായമാണ് 30-നും 40-നും ഇടക്കുള്ള പ്രായം. ആ സമയത്ത് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയ 3 ചെറുപ്പക്കാരെയാണ് ഞങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുന്നത്. അലി ബെന്നറ്റിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്യാഡംബരങ്ങൾ നിറഞ്ഞ ജീവിതമായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ വീട്ടിൽ ലിമിറ്റഡ് എഡിഷൻസ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു മനുഷ്യൻ. പലരും ബ്രാൻഡഡ് ആയിട്ടുള്ള പല സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്, എന്നാൽ കമ്പനികൾ ആ വ്യക്തികൾക്ക് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന ലിമിറ്റഡ് എഡിഷൻസ് ആയിട്ടുള്ള വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു മനുഷ്യൻ. വീട്ടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ലംബോർഗിനി കാറ് ഏറ്റവും അധികം അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു പ്രയാസം ശരീരത്തിന് വരാൻ. തന്റെ ടെസ്റ്റുകളുടെ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം അന്തം വിട്ടു. ഡോക്ടർമാര് പറഞ്ഞു ഇനി കുറച്ചു ദിവസം ആയുസ് ഉണ്ടാവുള്ളൂ. കഴിഞ്ഞു, അവസാനിക്കാറായി. ഈ ഒരു റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുകയാണ്. അന്നുവരെ താൻ ഈ ലോകത്തെ അഭിമുഖീകരിച്ച രൂപത്തിലല്ല പിന്നീട് അലി ബെന്നറ്റ് അഭിമുഖീകരിച്ചത്. അദ്ദേഹത്തിന് ബോധ്യം വന്നു, ഈ ലോകത്തിൽ എന്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവാണ്. എന്താണ് ഞാൻ സമ്പാദിച്ചത്? മരിച്ചുപോയാൽ എന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇദ്ദേഹം ഇത് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോ ഒരു മെസ്സേജ് വരികയാണ്, അദ്ദേഹത്തിന് ഒരു കോള് വരികയാണ്. എല്ലാ കാര്യങ്ങളിലും, എല്ലാ ആഡംബരങ്ങളിലും, എല്ലാ ആസ്വാദനങ്ങളിലും തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ കൂട്ടുകാരന്റെ മരണവാർത്തയായിരുന്നു. അദ്ദേഹത്തിന് വീണ്ടും ഒരു ഷോക്കാണ്. തന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രയാസം നിറഞ്ഞൊരു സന്ദർഭം, അതിൽ തനിക്ക് കൂട്ടുണ്ടാവുമെന്ന് വിചാരിച്ച കൂട്ടുകാരന്റെ മരണവാർത്ത. കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയി. കൂട്ടുകാരന് വേണ്ട കാര്യങ്ങൾ അവിടെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് പള്ളിക്കാട്ടിൽ ചെന്ന് ആ ഖബറിലേക്ക് 3 പിടി പച്ചമണ്ണും വാരിയിട്ടുകൊണ്ട് ആളുകളൊക്കെ തസ്ബീഹ് ചൊല്ലി തിരിച്ചു പോകുമ്പോ അലി ബെന്നറ്റ് അവിടെ തന്നെ നിന്നുനാണ്. കാരണം അദ്ദേഹം നിന്നത് ആ ഖബറിന്റെ തൊട്ടടുത്തേക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ കടന്നു വരണം. അദ്ദേഹത്തിന് അറിയാം, ഡോക്ടർമാരത് പറഞ്ഞു, ഇനി ആയുസില്ല, ആന്തരികാവയവങ്ങൾക്ക് കേടുവന്നിട്ടുണ്ട്, ഇനി അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുകയാണ് അദ്ദേഹത്തിന്. മുഹമ്മദ് ഹുബ്ലുസ് എന്ന് പറയുന്ന ഒരു ദാഇ വളരെ കൃത്യമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്തതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവസാനം അദ്ദേഹം ആഫ്രിക്കയുടെ തെരുവുകളിലേക്ക് ഇറങ്ങുകയാണ്. അവിടുത്തെ പട്ടിണി പാപങ്ങളായ കുട്ടികളെ സ്വയം തന്റെ മക്കളാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്തുകൊണ്ട് എത്രയോ അനാഥ മക്കളുടെ ബാപ്പയായിക്കൊണ്ട് എത്രയോ ആളുകൾക്ക് തന്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ച് സൗകര്യങ്ങൾ ചെയ്ത് ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തുകൊണ്ടാണ് അലി ബെന്നറ്റ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തോട് പിന്നീട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ താങ്കളുടെ വാഹനത്തിന് താങ്കൾ എന്ത് വിലയിടുന്നു? അദ്ദേഹം പറഞ്ഞത്, ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ നടന്നു പോകുന്ന ഒരു ചെരുപ്പ് പോലും വാങ്ങാൻ ഗതിയില്ലാത്ത കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ചെരുപ്പിന്റെ വില പോലും ഞാൻ ഇതിന് കൽപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊരു മനുഷ്യന്റെ ജീവിത ചരിത്രം നമ്മുടെ മുന്നിൽ മീഡിയകളിൽ നിന്ന് നമുക്കിപ്പോഴും വായിച്ചെടുക്കാൻ പറ്റുന്നതാ. ഒരു മനുഷ്യന്റെ ചരിത്രം കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേർന്ന് നിന്ന മനുഷ്യനാണ്. അൻസാരികളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും മരിക്കുന്നത് 34-35 വയസ്സിലാണ്. ഈ 3 ചെറുപ്പക്കാർക്കും അങ്ങനെ പ്രത്യേകത ഉണ്ട്. 30-നും 40-നും അടക്കം മരിച്ചവരാണ്. ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ മരണം കൊണ്ട് അല്ലാഹുവിന്റെ അർശ് കിടങ്ങിപ്പോയി. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ഇയാളുടെ മരണം കൊണ്ട് അല്ലാഹുവിന്റെ അർശ് പ്രകമ്പനം കൊണ്ടോ എങ്കിൽ ആ മനുഷ്യന്റെ ദറജ എന്താണ്?
ആ മനുഷ്യൻ അല്ലാഹ് നൽകിയ സ്ഥാനം എന്താണ്? ഒരു മനുഷ്യന്റെ മരണം കൊണ്ടോ അല്ലാഹുവിന്റെ അർശ് പ്രകമ്പനം കൊണ്ടിട്ടുണ്ടെങ്കിൽ ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നോ മയ്യത്ത് നമസ്കരിച്ച മനുഷ്യനെയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. അൻസാരികളുടെ നേതാക്കളിൽ ഒരാളായിരുന്ന സഅദ്. ആ സഅദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഖബർ കുഴിച്ചപ്പോ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓരോ അട്ടി ഖബർ ഇങ്ങനെ കുഴിക്കുമ്പോഴോ അതിന്റെ മണൽ തിട്ട ഇങ്ങനെ മാറ്റുമ്പോ കസ്തൂരിയുടെ ഗന്ധം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സ്വീകരിക്കുന്ന സ്വീകരണമാണ്. ഈ മനുഷ്യനെ ഇത്രമാത്രം അല്ലാഹു സ്വീകരിക്കുമ്പോ എത്ര കാലമാണ് ദീനുൽ ഇസ്ലാമിൽ അദ്ദേഹം ജീവിച്ചതെന്നറിയുമോ? 6 കൊല്ലമാണ്. 6 വർഷമാണ് ദീനുൽ ഇസ്ലാമിൽ അദ്ദേഹം ജീവിച്ചത്. ഒരു മുസ്ലിമായി മുഅ്മിനായി 6 കൊല്ലം ജീവിച്ച മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ കിടന്ന് മരിക്കുകയാണ്. ഖന്തഖ് യുദ്ധത്തിൽപ്പെട്ട ഒരു മുറിവ് പറ്റിക്കൊണ്ട് ഷഹീദായി റസൂലുള്ളാഹിന്റെ മടിയിൽ കിടന്നുകൊണ്ട് മരിക്കുന്ന സഅദ് ഇബ്നു മുആദ് ബദറിന്റെ രണാങ്കണത്തിലേക്കുള്ള വിളിയാളമുണ്ടാകുമ്പോ അൻസാരികളിലേക്ക് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് ആ നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന അൻസാരികളുടെ കൂട്ടത്തിൽ നിന്നോ അതിനെ മുറിച്ചുകൊണ്ടൊരു ശബ്ദമുയരുകയാണോ. ആ ശബ്ദത്തിന്റെ ഉടമയാണ് സഅദ് ഇബ്നു മുആദ്. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, നബിയേ, താങ്കൾ യുദ്ധം നയിക്കുക, ഞങ്ങൾ കൂടെയുണ്ടാവും. താങ്കൾ ആ മലയുടെ മുകളിലേക്ക് ഞങ്ങളോട് കയറാൻ പറഞ്ഞാൽ ഞങ്ങൾ താങ്കളുടെ കൂടെ കയറുന്നതാണ് നബിയേ. ഒരിക്കലും തന്നെ മൂസാ നബിയോട് അനുയായികൾ പറഞ്ഞ പോലെ താങ്കളും താങ്കളുടെ റബ്ബും പോയി യുദ്ധം ചെയ്യുക എന്ന വാക്ക് ഞങ്ങൾ പറയില്ല നബിയേ. ഈ രൂപത്തിൽ റസൂലുള്ളാഹിക്ക് സന്തോഷം നൽകിയ സ്വഹാബിയ. ആ സ്വഹാബി മരിച്ചു കിടക്കുമ്പോ ആ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്നലിൽ ഖബരി ലംതാ ലൗ കാന അഹദുൻ നാജിയൻ മിൻഹാ നജാ സഅദ് ഇബ്നു മുആദ്. ഖബറിന് നിശ്ചയമായും ഒരു കൂട്ടിപ്പിടുത്തമുണ്ടോ? മരണത്തിനൊരു വേദനയുള്ളതുപോലെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന മനുഷ്യനെ ഖബറൊന്ന് ചേർത്ത് പിടിക്കുമെന്ന അസ്ഥികളൊക്കെ അങ്ങനെ കൂടി ഖബർ ഇങ്ങനെ ചേർന്ന് പിടിക്കും. ഇന്നലിൽ ഖബരി ലംതാ. റസൂലുള്ളാഹി പറയാണ്, ആരെങ്കിലും ആ കൂട്ടിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ എന്റെ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെയും പിടിക്കുന്ന അത്രയും പ്രഗൽഭനായ സ്വഹാബിനെ പോലും ഖബർ ഇങ്ങനെ പിടിക്കും. പിന്നീട് വിശ്വാസത്തിനും കർമ്മത്തിനൊക്കെ അനുസരിച്ച് ഖബറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകും. പക്ഷെ ആദ്യത്തെ പിടുത്തം അനിവാര്യമായ മരണവേദന പോലെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴുള്ള ഒരു കൂട്ടിപ്പിടുത്തവും അനിവാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ സമയം ഈ ഒരു സത്യത്തെ പഠിപ്പിക്കലും അതേ സമയത്ത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഫളീലത്ത്, ഒരു ശ്രേഷ്ഠത സ്വഹാബത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ വ്യത്യസ്തങ്ങളായ അവസ്ഥകളിൽ ജീവിച്ചിരുന്ന സ്വഹാബത്ത്, ദരിദ്രരായി ജീവിച്ചവർ അവരുടെ കൂട്ടത്തിൽ എമ്പാടുമുണ്ട്, സമ്പന്നതയിൽ ജീവിച്ചവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സത്യവിശ്വാസികളായ ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ വലിയ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ഒരു ജൂതന്റെ കയ്യിൽ നിന്ന് റൂമ എന്ന പേരുള്ള കിണർ വിലക്ക് വാങ്ങിയിട്ട് അത് സത്യവിശ്വാസികൾക്ക് ദാനം ചെയ്തു. റസൂലുള്ളാഹി പറഞ്ഞു, ഈ റൂമ കിണർ വാങ്ങി അത് സത്യവിശ്വാസികൾക്ക് നൽകുന്നവർക്ക് സ്വർഗം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് വിലക്ക് വാങ്ങിയത്. വിലക്ക് വാങ്ങാൻ കെൽപ്പുള്ളവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. പൈസ കൊടുത്ത് മോചിപ്പിച്ചതാണ്. പൈസ കൊടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വേദനകളിൽ നിന്ന് മോചിപ്പിച്ചപ്പോ ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞൊരു വാക്കുണ്ട്, അബൂബക്കറെ, നിങ്ങൾ നൽകിയ സ്വർണ്ണ നാണയത്തിന് പകരം നിങ്ങൾ ഒരു തുച്ഛമായ പൈസ തരികയായിരുന്നെങ്കിലും ഇവനെ ഞാൻ നിങ്ങൾക്ക് തരുമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത വാക്ക് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞെന്തറിയോ, നിങ്ങൾ എത്ര സ്വർണ്ണ നാണയം ചോദിച്ചാലും അത്രയും തന്നുകൊണ്ട് ബിലാലിനെ ഞാൻ മോചിപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ദീനിൽ നിന്ന് അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുത്തവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്തവരും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഖന്തഖ് യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഖന്തഖ് യുദ്ധം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മദീനയിലേക്ക് പ്രവേശിക്കാവുന്ന സമതല പ്രദേശത്തെ കിടങ്ങ് കുടിച്ചുകൊണ്ട് സത്യനിഷേധികളായ ആളുകളിൽ നിന്ന് സംരക്ഷിച്ചു പിടിച്ച യുദ്ധമാണ് ഖന്തഖ് യുദ്ധം. കിടങ്ങാണ്.
സത്യനിഷേധികളായ ആളുകൾക്ക് മദീനയിൽ പ്രവേശിക്കാൻ കഴിയില്ല. വലിയ കിടങ്ങ് കുഴിച്ചു. ആ കിടങ്ങ് കുഴിക്കാനുള്ള ആശയം പറഞ്ഞുകൊടുത്ത സ്വഹാബിയുടെ പേരാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിയും സ്വഹാബത്തും കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ പാറക്കല്ല് വന്നു. ആ വലിയ പാറക്കല്ല് ആര് കുഴിച്ചിട്ടും മാറുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിക്കാസ് വാങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാ എന്ന് ചൊല്ലി ആഞ്ഞു വെട്ടി. വലിയൊരു മിന്നൽ പിണറായിരുന്നു എന്നാണ് ചരിത്രത്തിൽ അദ്ദേഹം പറയുന്നത്. വീണ്ടും വെട്ടി. 3 പ്രാവശ്യമാണ് ആ കല്ലിൽ റസൂലുള്ള കൊത്തിയത്. 3 പ്രാവശ്യവും വഹി ഇറങ്ങുകയായിരുന്നു. മിന്നൽ പിണറിന്റെ രൂപത്തിൽ 3 പ്രാവശ്യം റസൂലുള്ളാക്ക് ചിലതെല്ലാം കാണിക്കപ്പെട്ടു. റസൂലുള്ള പറഞ്ഞു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഒന്നാമത് അദ്ദേഹം വെട്ടിയപ്പോൾ ആ പ്രകാശത്തിൽ അദ്ദേഹം കണ്ടത് കിസ്റയുടെ കോട്ടകൾ മുസ്ലിം സൈന്യം കീഴടക്കുന്നതാണ്. പേർഷ്യ ഇസ്ലാമിന് കീഴിൽ വരുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ആ വെട്ടിൽ കണ്ടത്. രണ്ടാമതായി വീണ്ടും അദ്ദേഹം ആഞ്ഞു വെട്ടിയപ്പോ റോമാ സാമ്രാജ്യവും കൈസറും ഇസ്ലാമിന്റെ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാണിക്കപ്പെട്ടത്. മൂന്നാമതായി വെട്ടിയപ്പോ സിറിയയും സൻഅയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളും കോട്ടകളും മുഴുവനും ഇസ്ലാമിക സമൂഹത്തിന് മുന്നിൽ കീഴ്പ്പെടുന്നതാണ് അദ്ദേഹത്തിന് കാണിക്കപ്പെട്ടത്. എന്നിട്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി ഇത് പറഞ്ഞതിന് ശേഷവും കാലങ്ങളോളം ഞാൻ ജീവിച്ചു. കിസ്റയും കൈസറും കീഴടക്കപ്പെടുന്നത്, അവരുടെ വലിയ കൊട്ടാരങ്ങളും കോട്ടകളും സ്വർണ്ണാഭരണങ്ങളും ഇസ്ലാമിക ഭൂമികയിലേക്ക് കടന്നു വരുന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഗിഫാർ ഗോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളക്കാരുടെ ഗോത്രമെന്നാണ്. കൊള്ളക്കാരായ മനുഷ്യന്മാരുടെ ഗോത്രമാണ് ഗിഫാർ ഗോത്രം. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, നബിയെ, ഞാൻ ചെയ്യണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, അബൂദറെ, താങ്കൾ താങ്കളുടെ നാട്ടിലേക്ക് മടങ്ങിച്ചെന്ന് അവിടുത്തെ ആളുകൾക്ക് ഈ ദീനൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു, ഇവിടത്തെ ആളുകൾ ഇത് പരസ്യമായി പ്രഖ്യാപിക്കാതെ ഞാൻ പോകില്ല നബിയെ. എന്നിട്ട് അദ്ദേഹം മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു ചെന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടത്തിലാണ് പരസ്യ പ്രഖ്യാപനം. ധാരാളമായി മർദ്ദനം ലഭിച്ചു. ആളുകളുടെ നിന്ന് അടിയും ഇടിയും ഏറ്റുവാങ്ങി അദ്ദേഹം നിലംപതിച്ചു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആളുകളെ പിന്തിരിപ്പിച്ചത് എന്ത് പറഞ്ഞിട്ടാണെന്നറിയുമോ? അറബികളെ, നിങ്ങൾ കച്ചവടവുമായിട്ട് യാത്ര പുറപ്പെടുമ്പോ ഗിഫാർ ഗോത്രത്തിന്റെ നാട്ടിലൂടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത്. കൊള്ളക്കാരായ ഗിഫാർ ഗോത്രക്കാർ നിങ്ങളെ വെറുതെ വിടുകയില്ല. അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ ദേഹത്ത് കൈവച്ചാൽ. അത് കേട്ടപ്പോഴാണ് അറബികൾ അദ്ദേഹത്തെ വെറുതെ വിട്ടത്. ആ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആദർശത്തോടും അതുപോലെ തന്നെ ഭരണ നിർവഹണ സംവിധാനത്തോടും എല്ലാ രംഗത്തും നീതി പുലരണമെന്ന് ആഗ്രഹിച്ച അബൂദർ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ആളുകൾ പുറപ്പെടുമ്പോ പലരും ആളുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയപ്പോ പലരും റസൂലുള്ളാഹിനോട് പരാതി പറഞ്ഞു, റസൂലേ, ഇന്നയാൾ വന്നിട്ടില്ല. അപ്പോഴൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു, അവർക്ക് ഉദ്റുകൾ ഉണ്ടാകും, കാരണങ്ങൾ ഉണ്ടാകും. അവസാനം അബൂദർ അൽ ഗിഫാരിയും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പുറപ്പെട്ടപ്പോ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ എത്തിയിട്ടില്ല. അദ്ദേഹം പിന്നീട് ഇങ്ങനെ വരുന്നുണ്ട്. എന്താണ് അദ്ദേഹം നേരം വൈകിയെന്നറിയുമോ? അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന് സുഖമില്ലാതെ യാത്രയിൽ ഒട്ടകം വിഷമിച്ചപ്പോ ഒട്ടകത്തിന്റെ പുറത്തിറങ്ങി നടന്നു വരുന്ന അബൂദറിനെയാണ് അവർ കണ്ടത്. അബൂദർ ഒറ്റക്ക് നടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, അബൂദറെ, നിങ്ങൾ ഒറ്റക്ക് വന്നവനാണ്. നിങ്ങൾ ഒറ്റക്ക് തന്നെ പോകും, ഒറ്റക്ക് മരിക്കും, നാളെ ഒറ്റക്ക് തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അബൂദർ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണവും. ഏകനായിക്കൊണ്ട് ഒരു പ്രദേശത്ത് വെച്ച് ആ രൂപത്തിൽ തന്നെ മരണപ്പെട്ടുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളും അദ്ദേഹത്തിന്റെ ജനാസയെ കണ്ടെത്തുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ പല രൂപത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരണം ലഭിച്ചവർ, അള്ളാഹുവിന്റെ അടുക്കൽ ആദരവ് ലഭിച്ചവർ, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം ലഭിച്ചവർ സ്വഹാബത്തിന്റെ കൂട്ടത്തിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത് ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഈ രൂപത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് എന്റെ നൂറ്റാണ്ടിന്റെ ആളുകളാണ്. ഖൈറുൻ നാസി ഖർനി, എന്റെ നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ സ്വഹാബത്ത്, നിങ്ങളുടെ മാതൃക സ്വഹാബത്താണ്. പിന്നെ അവരെ പിൻപറ്റിയവർ താബിഈങ്ങൾ, പിന്നെ അവരെ പിൻപറ്റിയവർ താബിഈങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ സ്വഹാബിയുടെ, ഒരു താബിഈന്റെ ചരിത്രം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഒരു താബിആയ മനുഷ്യൻ സ്വഹാബിയുടെ ദറജയുള്ള മനുഷ്യൻ താബിആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനോടെ കണ്ടിട്ടോ സുഹബത്ത് ലഭിച്ചിട്ടൊന്നുമില്ല. താബിഈങ്ങളായ മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാ. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഉവൈസുൽ ഖർനി.
ഉവൈസുൽ ഖർനി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ ഇങ്ങനെ അടയാളങ്ങളൊക്കെ ശരീരത്തിലുണ്ട്, ആ മനുഷ്യനെ നിങ്ങൾ കണ്ടാൽ ആ മനുഷ്യനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടണം. വായിച്ചു, ആരോടാ പറയണറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും നിൽക്കുന്ന സഹാബിമാരോട് പറയാണ്, ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വരും, ആ മനുഷ്യനെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അയാളോട് പറയണം. അപ്പൊ ആ മനുഷ്യന്റെ സ്ഥാനത്രയാണ്. പ്രിയപ്പെട്ടവരെ, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഒരു യാത്രാ സംഘത്തിൽ നിന്ന് ഖലീഫയുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ മരണത്തിന് ശേഷം പിന്നീട് ഈ മനുഷ്യനെ തിരിച്ചറിയുകയാണ്. ആ മനുഷ്യനോ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാണ്. അദ്ദേഹത്തിന് അത്രമാത്രം സ്ഥാനം കിട്ടാനുള്ള കാരണം റസൂലുള്ളാഹി സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തെന്നറിയോ? ഉവൈസിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഉമ്മാനോട് ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യൻ വേറെ ഉണ്ടായിരുന്നില്ല. തന്റെ ഉമ്മയെ പരിചരിച്ചുകൊണ്ട് തന്റെ ഉമ്മയ്ക്ക് വേണ്ടി സേവനം ചെയ്തതിന്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി എന്നാണ് ഒരു താബിആയ മനുഷ്യന്, ഒരു സ്വഹാബിയുടെ ദറജ ലഭിച്ച ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ തങ്ങളുടെ വ്യത്യസ്തങ്ങളായ മേഖലകളെ മനോഹരമാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആദർശത്തിൽ യാതൊരു കലർപ്പുമില്ലാതെ ജീവിതത്തിലുടനീളം അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അത് നഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലത് മരണമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിച്ച ആ സ്വഹാബാ കിറാം, അവരെ എത്രമാത്രം റസൂലുള്ളാഹി ആദരിച്ചെന്നറിയുമോ? റസൂലുള്ളാഹി പറഞ്ഞു, ആളുകൾക്ക് വഴിപിടച്ചു പോകും, പല പല കഷ്ണങ്ങളായി പല വിഭാഗങ്ങളായി അവർ പോകും, ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിലേക്ക് പോവുക. ആ വിഭാഗത്തിന്റെ പ്രത്യേകത പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞെന്നറിയോ? മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏത് ആദർശത്തിലാണോ നിലകൊള്ളുന്നത്, ഏത് നിലപാടുകളിലാണോ നിലകൊള്ളുന്നത്, അതേ ആദർശത്തിലും നിലപാടുകളിലും നിലകൊള്ളുന്നവരായിരിക്കും സ്വർഗത്തിലേക്ക് പോകുന്നവർ. ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതൃക എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടർന്ന ആ സ്വഹാബാക്കളുടെ ജീവിതത്തിന്റെ ത്യാഗനിർഭരമായ ചരിത്രമാണ്. റസൂലുള്ളാഹിയുടെ കൂടെ ശഅബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവുകളിൽ കൂടെ നിന്ന് റസൂലുള്ളാഹിക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്ത് ഭക്ഷണം പോലുമില്ലാതെ ഇലകൾ ഭക്ഷിച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകളിൽ ഞങ്ങളുടെ വിസർജ്യം പോലും ആടിന്റെ വിസർജ്യം പോലെ ആയ ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്ന് പറയപ്പെടുമാറ് കഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലും പ്രയാസത്തിന്റെ തീച്ചൂളകളിലും അവരൊന്നിന്റെ പേരിലും സാഹചര്യങ്ങളെ പഴിച്ചിട്ടില്ല. ഒരൽപ്പം കാലാവസ്ഥയിൽ വ്യതിയാനമുണ്ടാകുമ്പോഴേ നമുക്ക് നന്ദികേടിന്റെ വാക്കുകൾ നാവിൽ വരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം സൂക്ഷിക്കണം. ഏതെങ്കിലും രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മുടെ നാവിൽ നിന്നും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് വരുന്നുണ്ടെങ്കിൽ നാം സൂക്ഷിക്കണം. സ്വന്തം മക്കള് മരിക്കുമ്പോ പോലും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ ബാധ്യസ്ഥരാണ് സത്യവിശ്വാസികൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വഹാബത്തിനെ അനുധാവനം ചെയ്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തുകൊണ്ട് സ്വർഗ്ഗം വരിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസപരമായും കർമ്മപരമായും സംഭവിച്ചുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അപാകതകളും അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ ഫള് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവിധ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ലോകത്തെമ്പാടും ഈ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. എല്ലാവിധ പ്രയാസങ്ങൾക്കും അറുതി വരുത്തുകയും സമീപസ്ഥമായ സഹായം നൽകി നീ അനുഗ്രഹിക്കുകയും ചെയ്യണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാടുകളിൽ നിർഭയത്വത്തോടുകൂടി തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും ഞങ്ങൾക്കും വരും തലമുറകൾക്കും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുവേ, ആ രൂപത്തിൽ ഞങ്ങളുടെ ആദർശം അനുസരിച്ച് ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഒരുക്കുന്ന ഭരണാധികാരികളെ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പണ്ഡിതന്മാർ, അവരുടെ ബർസഖിയായ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ
تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.